عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. ليدخلنهم مدخلا يرضونه وإن الله لعليم حليم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجل يا نعمة الله إني مفلس آني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള സ്ഥലം ഖതീബ് ഉസ്താദ് ബഷീർ ഹിമവി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആദരണീയരായ ഉപ്പമാർ, ഉമ്മമാർ, ജ്യേഷ്ഠാനുജന്മാരായ യുവാക്കൾ, സഹോദരങ്ങൾ, ജ്യേഷ്ഠത്തിമാർ, അനുജത്തിമാർ, പ്രിയപ്പെട്ട മക്കൾ,
നമ്മുടെ ഈ മഹത്തായ പരിപാടി ഓൺലൈൻ വഴി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ സ്നേഹജനങ്ങൾ, ഇവിടെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹളറത്തുൽ ബദരിയ എന്ന വലിയ ബഹുമാനമുള്ള മജ്ലിസ് അതിൻ്റെ വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മജ്ലിസിലാണ്, ഇൽമിന്റെ സദസ്സിലാണ് നാം ഉള്ളത്. മഹളറത്തുൽ ബദരിയ മജ്ലിസ് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുന അസയ്യിദ് മദക്കത്തങ്ങളുടെ നല്ല ഉപദേശവും ഭക്തി നിർഭരമായ പ്രാർത്ഥനയും ഇവിടെ നടന്നു. അല്ലാഹു തങ്ങൾക്കും നമുക്കുമെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ പഞ്ചിക്കൽ എന്ന ഈ പ്രദേശം ഇതൊരു ചെറിയ നാടാണെങ്കിലും ഒരു 50 ചില്ലാനം വീടുകളുള്ള ഒരു എണ്ണത്തിൽ ഒരു ചെറിയ ജമാഅത്താണെങ്കിലും വണ്ണത്തിൽ ഇതൊരു വലിയ ബറക്കത്തുള്ള നാടാണ്. ഞാനിതിന് മുമ്പും ഇവിടെ വഅദിന് വന്നിട്ടുണ്ട് എന്ന് നേരത്തെ ഇവിടുത്തെ ഉസ്താദ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ നാട്ടുകാരൊക്കെ പള്ളിയുമായി വലിയ ബന്ധമുള്ളവരും എന്ത് നല്ല കാര്യങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുന്നവരും കൂടിയാണ് എന്ന് എന്നോട് ഉസ്താദ് പറഞ്ഞു. ഇവിടെ എല്ലാ പരിപാടിയും ഈ പഞ്ചിക്കല്ലാണ് നടക്കുക എന്നും ഞാൻ മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്, ഈ പള്ളിയുടെ ബോർഡ് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ തന്നെ ഫസൽ ജുമാ മസ്ജിദ് ഇവിടത്തെ എല്ലാ അർത്ഥത്തിലുള്ള നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് മഹാനവരുകൾ, തങ്ങളവരുകൾ. അവിടുത്തെ ജീവിതകാലത്ത് തന്നെ ഈ പള്ളിക്ക് അങ്ങനെയാണ് പേര് എന്നറിഞ്ഞു. അല്ലാഹു അവരുടെ എല്ലാം മദദ് ഞങ്ങളുടെ നാടുകളിൽ എപ്പോഴും അല്ലാഹു നിലനിർത്തി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. പള്ളിയായാലും അൽഹംദുലില്ലാഹ് മദ്രസ കാണുമ്പോൾ നല്ല സന്തോഷായി. 2 നിലയുള്ള 2 നിലയുള്ള ഒരു മദ്രസ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വലിയ ജമാഅത്തിലൊക്കെയാണ് അങ്ങനെ ഉണ്ടാവുക. ഇവിടെ അൽഹംദുലില്ലാഹ് അല്ലേ 2 നിലയുള്ള മദ്രസ ഉണ്ട്. 2ലും മദ്രസ തന്നെയല്ലേ? എന്നെ ചിരിക്കും വിചാരിച്ച് പേരെന്തുകൊണ്ട് കണ്ടു. അപ്പോ അതൊക്കെ ഈ നാട്ടുകാരായ നിങ്ങൾ ദീനിനെ വലിയ പിരിശം വെക്കുന്ന ആളുകളായതുകൊണ്ട് അല്ലാഹു തആല ഇങ്ങനെ നടത്തിത്തരികയാണ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിൽ ദീനി ചൈതന്യം അല്ലാഹു എക്കാലത്തും നിലനിർത്തി തരട്ടെ. ഇതെല്ലാം അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. പള്ളി അല്ലാഹുവിന്റെ ചിഹ്നം. ഒരു നാട്ടിൽ പള്ളിയുണ്ടെങ്കിൽ അവിടെ ദീനുണ്ട് എന്നാണ് അർത്ഥം. ഒരു നാട്ടിൽ മദ്രസയുണ്ടെങ്കിൽ അവിടെ ദീനിന്റെ വെളിച്ചം ഉണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ ഒരു നാട്ടില് ബാല് നടക്കുന്നെങ്കിൽ നമ്മളെ പറയാം ബാല് എന്നാ പറയാം. വാല് നടക്കുന്നെങ്കിൽ ആ നാട്ടിൽ ദീന്റെ വെളിച്ചം ഉണ്ട് എന്നതിന്റെ അർത്ഥം.
ഒരു നാട്ടിൽ മജ്ലിസ് നടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ മഹ്ലറത്തുൽ ബദരിയ, അത് വലിയ മഹത്വമുള്ള മജ്ലിസാണല്ലോ. അപ്പൊ ഒരു നാട്ടിൽ ആ മജ്ലിസ് നടക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ നാട്ടിൽ ദീന്റെ വെളിച്ചോ, ദീന്റെ തെളിച്ചോ, ദീന്റെ പ്രഭ ഒക്കെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആ ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥരാണ് സത്യവിശ്വാസികൾ. അത് ഈമാനുള്ള ജനങ്ങൾക്ക് മാത്രമേ ദീനിന്റെ ചിഹ്നയെ ബഹുമാനിക്കാൻ പറ്റുകയുള്ളൂ. അതന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ഒരാൾ ബഹുമാനിച്ചാൽ, ഇപ്പൊ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച നിസ്കാര പായ, മുസല്ല, നിസ്കാരത്തിന്റെ പടം, നിസ്കാരത്തിന്റെ പായ, നിസ്കാരത്തിന്റെ പടം, അത് അള്ളാന്റെ ചിഹ്നമാണ്. അത് ഇബാദത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം കഴിഞ്ഞെങ്കിൽ അതങ്ങനെ ചുറ്റിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകാനുള്ളതല്ല. അത് അതിൻ്റെതായ മട്ടത്തിലും ഗൗരവത്തിലും ബഹുമാനത്തിലും മടക്കി വെക്കാനുള്ളതാണ്. കാരണം അതിനെ ബഹുമാനിക്കണം. അത് ഖൽബിൽ അള്ളാഹുവിന്റെ പേടിയുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഇതുപോലെ ഇവിടെ ധാരാളം ഉമ്മമാര് വാള് കേൾക്കുന്നുണ്ട്. ഈ മറക്കപ്പുറത്തിരുന്ന് ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് നേരത്തെ വന്നിരുന്ന് വാള് കേൾക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നു എന്നറിഞ്ഞു. ഉമ്മമാരെ, നിങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കണേ നിസ്കാര കുപ്പായ എന്നെല്ലാം പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ജുബമക്കന എന്നാ പറയുന്നത്. ജുബ്ബോ മക്കനെ, അത് നിസ്കാര കുപ്പായ. അത് നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞെങ്കിൽ ആ നിസ്കാര കുപ്പായോ അതിങ്ങനെ ചുരുട്ടിട്ട് മുദ്ദയാക്കിയിട്ട് ബെൽച്ചെറിയുന്നത് പോലല്ല. അത് അതിൻ്റെതായ മട്ടത്തിലൊന്ന് മടക്കി ചന്തത്തിൽ എടുത്തു വെക്കണോ. ചൊല്ലെങ്കിൽ അത് നിസ്കരിക്കുമ്പോൾ ഇടാനുള്ളതാണ്, മംഗളത്തിന് പോകുമ്പോൾ ഇടാനുള്ളത് അത്രല്ല, നിസ്കരിക്കുമ്പോൾ ഇടാനുള്ളത്. അപ്പൊ അതിനൊരു ബഹുമാനമുണ്ട്. അതിനെ ബഹുമാനിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ ചുരുട്ടിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയിട്ടാണ്. എല്ലാ മണവും അതിൽ തന്നെ ഉണ്ടാവും. മീന്റെ മണം ഉണ്ടാവും, സമൂസന്റെ മണം ഉണ്ടാവും, ഇറച്ചിന്റെ മണം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കാരണം ഓരോന്നും കഴിക്കുന്നതിന്റെ ഇതനുസരിച്ചിട്ടാണ് വേർപ്പ് വരുന്നത്. ആ വേർപ്പിന്റെ മണമാണ് ഉണ്ടാവും. അതെപ്പോഴും കഴുകാനൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെയാണ്. ആട്ടികർക്ക് അമാസകർക്കായിരിക്കും നിസ്കാരത്തിന്റെ കുപ്പായം അലക്കുന്ന, കഴുകുന്ന, തിരുമ്പുന്ന. ഇവിടെ എങ്ങനെ പറയുന്നത്? അലക്കുന്ന, തിരുമ്പുന്ന, കഴുകുന്ന, എന്താ കത്തുന്ന. കണ്ട, എനിക്കറിയാം. ഇവിടെ ഒരു മാറ്റം ഉണ്ട്, എനിക്കറിയാം. എല്ലാം കോതിന്റെ ആളുകളാണ്. അപ്പൊ കത്തുന്ന. അപ്പൊ അത് ഇടക്കിടക്ക് കതിക്കൊണ്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തിയിലുണ്ടാവും, നല്ല ക്ലീൻ ഉണ്ടാവും. അത് എല്ലാവർക്കും ഒന്നും ഇടക്കിടക്ക് കത്താൻ കഴിയുന്നില്ല. എത്ര ജുബമക്കലുണ്ട് ചോദിച്ചെങ്കിൽ ഒന്നേ ഉണ്ടാവും. നിസ്കാര കുപ്പായ എത്ര ചോദിച്ചെങ്കിൽ ഒന്നേ. നൈറ്റ് ഡ്രസ് എത്ര ഉണ്ടാവും? കുറെ ഉണ്ടാവും. നിസ്കാര കുപ്പായ എത്ര ഉണ്ടാവും? ഒന്നേ ഉണ്ടാവും. അത്ര അതാ അങ്ങനെ ആവാല. നിസ്കാര കുപ്പായ ഒന്ന് പോരാ, മിനിമം രണ്ടെങ്കിലും വേണം ഒരാൾക്ക് തന്നെ. എന്താ കാരണോ? ഇത് പുറക്കാർക്ക് എല്ലാവർക്കും ഒരേ നിസ്കാര കുപ്പായ. എന്നിട്ട് മാമി നിസ്കരിച്ച് പിന്നെ മർമോ കാക്കുന്നേ. മാമിന്റെ കഴിഞ്ഞിനാ അല്ലെ? മർമോ ആദ്യം നിസ്കരിച്ചെങ്കിൽ മാമി വെയിറ്റ് ആക്കുന്നേ. എത്ര നേരം? വേഗം എനിക്ക് മതി, എന്ത് ഇത് പൊള്ള പോക്കാത്ത നിസ്കാരം. അങ്ങനെ പറഞ്ഞു. എന്ത് തറാവി നിസ്കരിക്കണ്ട, ബേനി മതി. അങ്ങനെ പോലെ പൊരയിൽ എത്ര പെണ്ണുങ്ങന്മാരുണ്ട്, ഓരോ പെണ്ണുങ്ങന്മാർക്ക് ഈ രണ്ട് നിസ്കാര കുപ്പായം വേണം. ജുബമക്കന അവരവരെ നിസ്കാര കുപ്പായം അവരവരെ വൃത്തിയാക്കിയിട്ട് കദ്ദിട്ട്, നേരത്തെ പറഞ്ഞ പോലെ കദ്ദിട്ട് എടുത്തിട്ട് വെക്കണം. അത് അതിൻ്റെതായ മട്ടത്തിലെടുത്ത് വെക്കണം. അതെന്താ കാരണം? അത് അല്ലാഹുവിന്റെ ചിഹ്നമാണ്. ومن يعظم شعائر الله فإنها من تقوى القلوب. ആ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നത് എല്ലാവർക്കും കഴിയില്ല. ഖൽബിൽ അല്ലാഹുവിന്റെ പേടിയുള്ളവർക്ക് മാത്രമേ കഴിയൂ. ഖൽബിൽ തഖ്വ ഉള്ളവർക്ക് മാത്രമേ കഴിയൂ. ദീനിനോട് പിരിശുള്ളവർക്ക് മാത്രമേ കഴിയൂ. ദീനിനോട് സ്നേഹമുള്ളവർക്ക് മാത്രമേ കഴിയൂ. ദീനീ ബോധമുള്ളവർക്ക് മാത്രമേ കഴിയൂ. എല്ലാവർക്കും കഴിയില്ല.
ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു കല്ലിനെ ബഹുമാനിച്ചു. ഒരു കല്ലിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുമാനിച്ചു. ഇവിടെ നമ്മളെ നാട്ടിൽ എത്ര കല്ലുകളുണ്ട്, പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പോകുമ്പോ ഒരു കല്ല് കണ്ട്. അതൊരു സാധാരണ കല്ലല്ല. ആ കല്ലില് 4 വരിയിൽ ഒരു എഴുത്ത് കാണുന്നു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെയുണ്ട്. ഇത് റസാഖ് അല്ലേ? നിങ്ങൾ എന്താ അവിടെ പോയിരിക്കുന്നത്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മ വാലിന് പോകുമ്പോൾ ആരല്ല സ്റ്റേജിലിരിക്കുന്നവരെ, സദസ്സിലിരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കൊത്താവണമെന്നില്ല. കുറെ ആളിരിക്കുന്നില്ല. സ്റ്റേജിലുണ്ടെന്ന വേഗം നമുക്ക് വേഗം തിരും. കാരണം അടുത്തടുത്തിരിക്കുന്നല്ലേ, കുറച്ചാളുണ്ടാകുന്നതുകൊണ്ട് വേഗം തിരും. അങ്ങനെയാണ് ഞാൻ ഓരോ പേര് പറഞ്ഞു. അല്ലാഹു തആല അവർക്കും കുടുംബത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ റബ്ബ് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ട്. ആ കല്ലിൽ ഒരു 4 വരി എഴുത്തുണ്ട്. അതൊരു സാധാരണ കല്ലല്ല. 4 വരി എഴുത്തുണ്ട്. അതിൽ ഒന്നാമത്തെ വരിയിൽ ഒരു എഴുത്ത്, രണ്ടാമത്തെ വരിയിൽ പിന്നൊരു എഴുത്ത്, മൂന്നാമത്തെ വരിയിൽ വേറൊരു എഴുത്ത്, നാലാമത്തെ വരിയിൽ മറ്റൊരു എഴുത്ത്. ആ 4 വരിയിലുള്ള എഴുത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ വല്ലാതെ ചിന്തിപ്പിക്കുന്ന വരികളാണ് ഇതിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യത്തെ വരിയിലേക്കൊന്ന് നോക്കുമ്പോൾ അതിലുള്ള എഴുത്തെന്താണ്? ഇന്നി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഞാനാണ് ഏകനായ അല്ലാഹു, ഞാനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ വേറൊരാളുമില്ല. അതുകൊണ്ട് ഫഅബ്ദുനി, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യൂ. ആ എഴുത്തിൽ റബ്ബിന്റെ, കല്ലിൽ റബ്ബിന്റെ വാചകമാണ് കാണുന്നത്. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയാണ്, ആരാധിക്കപ്പെടാൻ അർഹൻ ഞാനാണ്, ഞാനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കൂ. ഇനി തൊട്ട് താഴെയുള്ള രണ്ടാമത്തെ വരിയിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കി. ആ രണ്ടാമത്തെ വരിയിൽ എന്താണുള്ളത്? ഇന്നി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന മുഹമ്മദുർ റസൂലി തൂബാ ലിമൻ ആമന ബിഹി വത്തബഅ. ഞാനാണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ റസൂലാണ്. അതുകൊണ്ട് തൂബാ ലിമൻ ആമന ബിഹി വത്തബഅ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആരാണോ വിശ്വസിക്കുന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാണോ പൂർണ്ണമായും പിന്തുടർന്ന് ജീവിക്കുന്നത്, അവർക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഇനി മഹാനവരുകൾ മൂന്നാമത്തെ വരിയിലേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ ആ മൂന്നാമത്തെ വരിയിലും നല്ല അർത്ഥമുള്ള വാചകമാണ് കാണുന്നത്. ഇന്നി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന മൻ ഇഅ്തസമ ബി നജാ. ഞാനല്ലാതെ ആരാധനക്കർഹൻ വേറാരുമില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്നെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ, റബ്ബായ എന്നെ, അല്ലാഹുവാകുന്ന എന്നെ ആരെങ്കിലും മുറുകെ പിടിച്ച് ജീവിച്ചാൽ, എന്നെ അവലംബിച്ച് ജീവിച്ചാൽ, നജാ, അവൻ രക്ഷപ്പെട്ടു പോയി. അവന് ജീവിതത്തിൽ ഒരു പരാജയവുമില്ല. ഇനി നാലാമത്തെ വരിയിലേക്കൊന്ന് നോക്കിയപ്പോൾ നാലാമത്തെ വരിയിലും നല്ല അർത്ഥമുള്ള വാചകമാണ്. ഇന്നി അനല്ലാഹ്, ആരാധനക്കർഹൻ ഞാൻ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു റബ്ബില്ല, ഒരു ഇലാഹില്ല. അതേ അൽ ഹറമുലി,
മക്കയിൽ ഹറം കണ്ടില്ലേ നിങ്ങൾ? ആ ഹറം എനിക്കുള്ളതാണ്, എന്റെ അധികാരത്തിലുള്ളതാണ്. വൽ കഅബതു ബൈതി, കഅബനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കഅബ എന്റെ പുരയാണത്, കഅബ എന്റെ വീടാണ്. അതുകൊണ്ട് തന്നെ മൻ ദഖല ബൈതി, ആ എന്റെ കഅബയുടെ അരികിൽ ആരെങ്കിലും പോയെങ്കിൽ ഉമിന മിൻ അദാബി, എന്റെ അദാബിൽ നിന്ന് അവന് കാവലുണ്ട് കേട്ടോ. ആ കഅബന്റെ അടുത്തേക്ക് എത്താൻ നമുക്കൊരവസരം കിട്ടണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. കഅബന്റെ അടുത്ത് പോയവരല്ലോ കൈവയ്ക്കുന്നു. കഅബന്റെ അടുത്തേക്ക് പോയവർ കുറെ ആൾ പോയിന്, കുറെ ആൾ പോകാത്തവരുണ്ട്. പോയവർക്ക് ഇനിയും പോകാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. പോകാത്തവര് വേഗം പോകാൻ നോക്കണോ, പോകാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. പോയവർക്കും പോകാത്തവർക്കെല്ലാം ഒരുപാട് തവണ പോകാൻ, കുടുംബസഹിതം പോകാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലേ? ആ കഅബന്റെ അടുത്തേക്ക് ഒരാൾക്ക് പോകാൻ അവസരം കിട്ടിയാൽ എന്റെ അദാബിനെ മോൻ പേടിക്കണ്ടെന്നാണ് ആ എഴുത്തിൽ അല്ലാഹുവിന്റെ ഒരു വാചകം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കല്ലിന്റെ 4ാമത്തെ വരിയിലുള്ള എഴുത്തിലൂടെ വായിക്കുന്നത്. കാരണം പോകേണ്ട ക്രമത്തിൽ അവിടെ പോയാൽ ചില മനുഷ്യന്മാര് നേരത്തെ ഉള്ളതിനേക്കാളും നന്നാകും. എവിടെ പോയെങ്കിൽ, കഅബന്റെ അടുത്തേക്ക് പോയെങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ മാറ്റം വരും. അതുവരെ പള്ളിക്ക് പോകാത്തവനാണോ, ഇനി ഹജ്ജിന് ഉംറക്കെല്ലാം പോയി വന്നെങ്കിൽ പിന്നെന്തായി, നിസ്കുബി ജമാഅത്തിനെല്ലാം പിന്നെ പള്ളിക്ക്. അപ്പൊ ഈ കാണുന്ന ചില മനുഷ്യന്മാര് ബെടക്കാക്കുന്നവരുള്ള ഒരു ചോദിക്കുന്ന ഉംറ അല്ല ഫൽച്ചിനല്ലേ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇതുവരെ പള്ളിക്കൊന്നും കാണാറില്ല, നീ ഇപ്പൊ ഉംറക്കല്ല പോയി വന്ന പിന്നെ നല്ല കാര്യല്ലേ, അതെന്തിനിപ്പോ അയാളെ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തിന്? അത് പാടില്ല. അങ്ങനെയാണ് പോയ ഉംറയും പോയ ഹജ്ജും ഒക്കെ ഫലിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ത്? ഓ ഇവിടെ വന്നാൽ, അയാൾ ഇവിടെ വന്നാൽ അയാൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം കാണും. അങ്ങനെയാണ് ജീവിതത്തിൽ ഒരു മാറ്റം. അയാൾ നിസ്കാരത്തിന് പള്ളിയിൽ വരും, ജമാഅത്തിന് പള്ളിയിൽ വരും. അങ്ങനെയാണ്. നേരത്തെ താടി ഇല്ലെങ്കിൽ ഇപ്പൊ പിന്നെ താടി വെക്കാൻ തുടങ്ങും. ഇനിയിപ്പോ താടി എല്ലാവർക്കും വരും, നോമ്പ് വരാനായല്ലേ. അപ്പൊ നോമ്പിന്റെ സ്പെഷ്യൽ താടി വരും. അത് നോമ്പ് കയ്യലോട് കൂടെ ആ താടി അങ്ങനെ തന്നെ ബിസ്മി ചൊല്ലിട്ട് താടി അങ്ങ് പോകും പെരുന്നാകുമ്പോഴേക്ക്. അതല്ല, അങ്ങനല്ലല്ലോ. നമ്മ നന്നായെങ്കിൽ എക്കാലത്തും ആ നന്മ നിലനിർത്താനല്ലേ നോക്കേണ്ടത്. അപ്പൊ കഅബന്റെ അടുത്തേക്ക് പോയി വന്നെങ്കിൽ പിന്നെ താടി വെക്കാൻ തുടങ്ങി. ചില മനുഷ്യന്മാർ പോകുന്ന മുമ്പ് തന്നെ വെക്കും, അവിടേക്ക് എത്തുമ്പോ വേണമെന്ന് പറഞ്ഞിട്ട് ആ വെച്ചെങ്കിൽ പിന്നെ എക്കാലത്തും ലാസ്റ്റ് വരെ അതിങ്ങനെ താടി നിലനിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയാണ്. അങ്ങനെയാണ്. ചില പെണ്ണുങ്ങന്മാര്, ഉമ്മമാര്, അവർ കഅബന്റെ അടുത്തേക്ക് പോയാൽ പോയി വന്ന് പിന്നെ എന്നും ഖുർആൻ ഓതും, എന്നും ദിക്ർ ചൊല്ലും, എന്നും തസ്ബീഹ് ചൊല്ലും, എന്നും സുന്നത്തായ ഓതൽ, സുന്നത്തായ 8 സൂറത്തുണ്ട് ഉമ്മമാരെ. ഞാൻ ഇന്നലെയും വേള പറഞ്ഞപ്പോ അത് പറഞ്ഞിട്ടുണ്ട്. 8 സൂറത്ത് എന്നും ഓതോ സുന്നത്തുണ്ട്. ഇന്നലെ ലൈവ് കേട്ടവരുണ്ടാവും. 1 അലിഫ് ലാം മീം സജദ, 2 സൂറത്തു യാസീൻ, 3 സൂറത്തു ദുഖാൻ, 4 സൂറത്തു ഇദാ വഖഅത്തിൽ വാഖിഅ, 5 സൂറത്തുൽ മുൽക്ക് തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക്, 6 സൂറത്തു സൽസല ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, 7 സൂറത്തു തകാസുർ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, 8 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. ആദ്യത്തെ 7 സൂറത്തും ഒരു വട്ടം ഓതിയെങ്കിൽ 8ാമത്തെ ഖുൽ ഹുവല്ലാഹു സൂറത്തുണ്ടല്ലേ, അത് 4ക്ക് 200 വട്ടം ഓതണം. എത്ര വട്ടം? 200 വട്ടം. യൗമോ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് കൈവെക്കണ്ട, അതിന് ചെറിയ സമയം മതി. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് ഉസ്താമാർക്ക് അറിയാം. ഫത്ഹുൽ മുഈനിൽ വരെ സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു യുസന്നു അൻ യകൂന മുവാദിബൻ കുല്ല യൗമിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ എന്നും നിത്യമായും ഓതേണ്ട 8 സൂറത്ത് ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നതാണ്. ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഞങ്ങൾ ആ കിതാബ് ഓതി കൊടുക്കുന്നതാണ്. 8 സൂറത്ത് എന്നും ഓതാ, ഒറ്റ ദിവസം മുടങ്ങാതെ ഓതാ. അത് പെണ്ണുങ്ങന്മാർക്ക് മാത്രമല്ല, ആണുങ്ങൾക്ക് സുന്നത്തുണ്ട്. മഗ്രിബിന് ശേഷം ഒരു ഇരുത്തയിരിക്കി എശാ വരെ പള്ളിയിൽ തന്നെ. പഴയ കാലത്തെ പള്ളി അങ്ങനെയല്ലേ, വയസ്സന്മാരെല്ലാം മഗ്രിബ് നിസ്കാരത്തിന് പള്ളിക്ക് വന്നെങ്കിൽ എശാ വരെ പള്ളിന്റെ ഉള്ളിൽ തന്നെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. എന്ത് ഓതുന്ന ഖുർആന്? ഈ 8 സൂറത്ത് ഓതുന്നേ.
അതുവരെയുള്ള സമയം ഉപയോഗപ്പെടുത്തിയാൽ അത് ഓതി തീർക്കാൻ കഴിയും. അങ്ങനെയാണ്. അത് ഖുർആൻ അല്ലാഹുവിന്റെ ചിഹ്നമാണ്. അതുകൊണ്ടാണ് കഅബ അല്ലാഹുവിന്റെ ചിഹ്നമാണ്. ആ കഅബയെ ബഹുമാനിക്കേണ്ട രൂപത്തിൽ ബഹുമാനിച്ചാൽ കണ്ടോ, അവിടുന്ന് റബ്ബിന്റെ അദാബിൽ നിന്ന് കാവലുണ്ട്, അവൻ നന്നായി പോയി. റബ്ബിന്റെ അദാബിൽ നിന്ന് അവന് കാവലുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ജീവിതത്തിലെ തെറ്റുകളങ്ങ് അവസാനിപ്പിക്കാൻ കഴിയും, കുറെ നല്ലത് ചെയ്യാൻ കഴിയും. ഇപ്പോഴും ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വാതിന് വരുമ്പോ കുറച്ചപ്പുറത്ത് ഞാൻ ഒരു വീട്ടിൽ കയറി. ആ വീട്ടിൽ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നൊരു ചെറുപ്പക്കാരൻ, നാളെ അവന്റെ ബാപ്പയും ഉമ്മയെയും കൂട്ടിയിട്ട് അവൻ ഉംറക്ക് പോവാണ്. വല്ലാതെ നിർബന്ധിച്ചു, ഉസ്താദൊന്ന് വരണം. കുറെ തങ്ങന്മാര് വന്നു, അലിമീങ്ങൾ വന്നു. ഉസ്താദ് ഒന്ന് വന്നെങ്കിൽ വലിയ കൊസിയാന്ന് സന്തോഷാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ ഒന്ന് അവിടെ പോയി കയറി ദുആ ചെയ്ത് അവരോട് ദുആർക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അവിടെ ചെന്നപ്പോഴും ഞാൻ ഈ മോനോട് പറഞ്ഞു, മോനെ വലത് ഭാഗത്ത് ഉമ്മാന്റെ കൈ പിടിക്ക, ഇടത് കൈ കൊണ്ട് ബാപ്പാനെയും പിടിക്ക, എന്നിട്ട് ഒന്നിച്ചങ്ങ് കഅബ തവാഫ് ചെയ്യുന്നൊരു രംഗം. അത് വല്ലാത്തൊരു അവസരമല്ലേ? ദുനിയാവിൽ ഒരു മോൻക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സൗഭാഗ്യം ഇതിനേക്കാളും വലിയ ഭാഗ്യം. ഉമ്മാന്റെയും ബാപ്പാന്റെയും കൈ പിടിച്ചിട്ട് കഅബ തവാഫ് ചെയ്യാം. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു, ഉമ്മാന്റെയും ബാപ്പാന്റെയും കൈ പിടിച്ചിട്ട് മോനെ ആദ്യമായി കഅബയിലേക്കൊന്ന് നോക്കുക. അല്ലാഹു തആല ദുനിയാവിൽ ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അവസരമാണ്. അല്ലാഹു തആല അവനും അവന്റെ മാതാപിതാക്കൾക്കും കൂടെ പോകുന്നവർക്കൊക്കെ മഖബൂലും മബ്റൂറായ നിലയ്ക്ക് ഉംറ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? അല്ലാഹ് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്താണ്? ആരെ കാണാനാണ് ഞാനിത് പറയുന്നത്? ആരെ കാണാനാണ് ഞാനിത് ചെയ്യുന്നത്? ഖൽബിൽ എപ്പോഴും ഉണ്ടാകേണ്ടുന്ന ചിന്ത അല്ലാഹ്. മനുഷ്യൻ കണ്ടിട്ട് എന്തു ആക്കാനില്ല, മനുഷ്യൻ കണ്ടില്ലെങ്കിലും എന്തു ആവാനും ഇല്ല. പക്ഷേ റബ്ബ് കണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ റബ്ബ് കാണാതിരിക്കില്ല. കാരണം ഇബാദത്ത് ചെയ്ത ഇബാദത്തിന് പ്രതിഫലം തരുന്നവൻ ആരാണ്? അത് യജമാനനായ റബ്ബാണല്ലോ. അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഓ മനുഷ്യ, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളെ മേലെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്താണെന്നറിയോ? ലോകമാന്യമാണ്. അറിയാ, ലോകമാന്യമാണ് ഞാൻ നിങ്ങളിൽ വല്ലാതെ പേടിക്കുന്നത്. എന്താണ് ഈ ലോകമാന്യം എന്ന് ചൊല്ലിങ്ങെന്ത്? അതേ, മനുഷ്യന്മാരെ കാണാൻ വേണ്ടി ഓതുന്നേ, മനുഷ്യന്മാരെ കാണാൻ വേണ്ടി നല്ലതാക്കുന്നേ, മനുഷ്യന്മാരൊന്നും എന്നെ പോതട്ടെ, എന്നെ പുകഴ്ത്തട്ടെ, മനുഷ്യന്മാര് എന്നെ നല്ലത് പറയട്ടെ. അള്ളാന്റെ വിഷയമല്ല, മനുഷ്യന്റെ വിഷയമാണ്. അതുകൊണ്ട് ജനങ്ങളെ കാണാൻ വേണ്ടി കുറെ നല്ലത് ചെയ്യുന്നത്, അതാണ് നിങ്ങളിൽ ഞാൻ വല്ലാതെ ഭയക്കുന്നത്, പേടിക്കുന്നത്. ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അത് പറ്റൂല. കാണേണ്ടവൻ കാണണം, കാണേണ്ടവൻ റബ്ബാണ്. ആ റബ്ബിനാണ് പ്രതിഫലം തരാൻ കഴിയാ, ആ റബ്ബിനാണ് പ്രതിഫലം തരാൻ കഴിയാ. വേറൊരാൾക്കും ഒരു പ്രതിഫലം തരാൻ കഴിയില്ല. നിസ്കാരത്തിന്റെ പ്രതിഫലം എത്രയാണ്? നിസ്കാരത്തിന്റെ പ്രതിഫലം എത്രയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ പള്ളിയിൽ, പഞ്ചക്കാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുക്കുമ്പോ എന്താ പറയുന്നേ? ഹയ്യ അലസ് സ്വലാത്ത്. എല്ലാവരും ബിരിയാണി വയ്ക്കാനല്ല, പിന്നെ അങ്ങനെ ചില മനുഷ്യന്മാർ ബിരിയാണി കൊടുത്തിട്ടാണ് വരുത്തുന്ന ആളുകളെ. ഇടക്ക് പള്ളിക്ക് ബിരിയാണി ഉണ്ട്, എല്ലാവരും വരുന്ന. ഇതങ്ങനല്ല. ഹയ്യ അലസ് സ്വലാത്ത്, ബരി, പള്ളിക്ക് ബരി, നിസ്കരിക്കാൻ ബരി, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരി എന്നിങ്ങനെ വിളിക്കും.
അപ്പൊ ആ വിളി കേട്ടിട്ട് നല്ല നല്ല മനുഷ്യന്മാരെല്ലാരും ആ വിളി കേട്ടിട്ട് നേരെ പള്ളിക്ക് വരും. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് ഭാഗ്യം തരട്ടെ. എന്തിനിപ്പൊ നിങ്ങൾ ആമീൻ ചൊല്ലേ? നിങ്ങ ഇപ്പൊ ആമീൻ ചൊല്ലേ എന്തിന്? ബാങ്ക് കേട്ടപ്പോ പള്ളിക്ക് വന്നിട്ട് നിസ്കരിക്കാനല്ലേ? ഒക്കെ അതിനാ എന്താ മിണ്ടുന്നില്ല? ഇത് പണ്ടത്തെ ഈറ അല്ലേ? പഞ്ചിക്കലല്ലേ? ഒരു ചപ്പായ പോലെ കാണുന്നു. നിങ്ങ എന്തിനിപ്പ ഹാമീം പറഞ്ഞെന്തിന്? ബാങ്ക് കേട്ട ഉടനെ പള്ളിക്ക് വരാൻ അള്ളാഹു ഭാഗ്യം തരട്ടെന്നല്ലേ? എന്താ മിണ്ടുന്നില്ല? അതിനല്ലേ ആമീൻ പറഞ്ഞേ? അള്ളാഹു തആല ഞങ്ങൾക്കൊക്കെ ബാങ്ക് കേട്ടിട്ട് പള്ളിക്ക് വന്നിട്ട് നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്താ ആമീൻ പറയാത്തെ? പള്ളിക്ക് വന്നു പോന്നാന്ന് പേടിച്ചു പോന്നാന്നല്ലേ? പള്ളിക്ക് വരണല്ലോ ബാങ്ക് കേട്ടിട്ട്. ബാങ്ക് കേട്ടിട്ട് നിസ്കരിക്കാൻ പള്ളിക്ക് വരണല്ലോ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. ബാങ്ക് കേട്ടിട്ട് പള്ളിക്ക് നിസ്കരിക്കാൻ വരാത്തവൻ എന്തിനു പറ്റും? ഓനക്കൊരു നല്ല പൊതു വരുന്ന നമുക്ക് പഞ്ചക്കല്ലിൽ ഒരു ബാപ്പാന്റെ മോള്, ആ മോൾക്ക് മങ്ങലാക്കാൻ വേണ്ടി തീരുമാനിച്ചു ബാപ്പ. നോക്കുമ്പോ ഒരു പുതിയാപ്പിള വന്നു, ഒരു നാട്ടിലത്തെ പുതിയാപ്പിള. ആ പുതിയാപ്പിള വന്നപ്പോ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ, ഓക്ക് നിസ്കരിക്കുന്ന ബുദ്ധിയെല്ലാം ഉണ്ടാന്ന് ഫസ്റ്റ് ചോദിക്കുന്ന. ഓ നെറ്റിത്തടം നിലത്തേക്ക് വെക്കുന്ന നാന ചോദ്യം. നെറ്റിത്തടം നിലത്തേക്ക് വെക്കുന്ന എപ്പോ? നിസ്കരിക്കുമ്പല്ലേ? ഒരാളെ മുന്നിൽ നെറ്റിത്തടം നിലത്തേക്ക് വെക്കുവാനമ്മ വെക്കാലേ അല്ലേ? ഒരു പാപ്പത്തിന്റെ ആളോട് ഒരു പണക്കാരന് പോയിട്ട് സുജൂദാക്കാൻ പറഞ്ഞാൽ വെക്കുന്ന. ഓന്റെ പണം ആർക്ക് വേണോ? എനിക്കൊന്നും ഓന്റെ പണം ആവശ്യമില്ല, എന്നെ ഒന്നും ഓർക്ക് സുജൂദ് ചെയ്യാൻ കിട്ടൂല. ഒരാൾക്കും നെറ്റിത്തടം നിലത്ത് വെക്കാൻ ആർക്കും മനസ്സ് വരൂല. പക്ഷെ റബ്ബിന് വേണ്ടി ചെയ്യും. ആ റബ്ബിന് വേണ്ടി നെറ്റിത്തടം നിലത്ത് വെച്ച് സുജൂദ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത്, ബാങ്കിന്റെ വിളി കേട്ടാൽ ഓടിയെത്തും ഈമാനുള്ള ജനങ്ങൾ. അങ്ങനെയാണ് പള്ളിക്ക് ഓടിയെത്തും. അത് റമദാനിൽ മാത്രമല്ല, കുറച്ച് ഈമാനുള്ളവൻ അപ്പോഴെങ്കിലും വരും. വേറെ എപ്പോ വന്നില്ലെങ്കിലും അപ്പൊ വരും. അപ്പോഴും വരാത്ത ചില കള്ളന്മാരുണ്ട്. റമദാനിലും പള്ളിക്ക് നിസ്കരിക്കാൻ വരാത്ത കള്ളന്മാരില്ലേ? ഇനി തറാവീഹിക്ക് വന്നെങ്കിൽ പോലും കൈകെട്ടുമ്പോ ഇമാം റുക്കൂക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന കള്ളന്മാരുണ്ടാവും. എന്താ കാരണം? അത്തരം ഉദാസന നമുക്ക് കൈകെട്ടിട്ട് റുക്കൂക്ക് പോണവരെ ഒന്ന് ഇമാമിന്റെ കൂടെ നിൽക്കാൻ. അപ്പൊ ഇമാം കൈകെട്ടിട്ട് റുക്കൂക്ക് പോകുമ്പോ അപ്പൊ കെട്ടുന്നേ. അത്ര നമുക്ക് ലാഭമായല്ലേ സമയം? അങ്ങനെയാണ്. അതിന് ലാഭം എന്നല്ല പറയുന്നത്, നിസ്കാര കള്ളന്മാർ എന്ന് പറയുന്നവരെ. അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. നിങ്ങൾ എന്ത് ആമീൻ പറയുന്നില്ല? അള്ളാഹു ഞങ്ങൾക്ക് നല്ല ബോധം തരട്ടെ. ആമീൻ പറയാനും അള്ളാഹു നല്ല ബോധം തരട്ടെ. പണ്ടത്തെ മനുഷ്യന്മാരല്ല പോയിനാരാ? അവിടെ ഇല്ലേ? ഉണ്ടല്ലേ? അള്ളാഹു നമ്മുടെ നാട്ടിൽ ആ പഴയ ആത്മീയ ചൈതന്യം, ഉറക്ക ആമീൻ പറയുന്ന പഴയ ആത്മീയ ചൈതന്യം അള്ളാഹു തആല നമ്മുടെ നാടുകളിൽ നിലനിർത്തി തരട്ടെ. അല്ലേ? പഴയ കാലത്തെ വാല് നല്ല ചൊല്ലിങ് എന്ത് ഖാലല്ലാഹു അസ്സ വജല്ല നടക്കിടക്ക് കേൾക്കും. അപ്പൊ സദസ്സ് എല്ലാവരും ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ല ഉറക്കെ പറയും. ഇന്ന് വാല് പറയുന്ന മൊയിലാരും പറയുന്നില്ല ഖാലല്ലാഹു അസ്സ വജല്ല, കേൾക്കുന്നവൻ അതിന്റെ അപ്പുറം പറയുന്നില്ല. അങ്ങനെയല്ലേ? അല്ലേ? നമ്മൾ അങ്ങനെ ആകരുത്, ഉറക്കെ ചൊല്ലിപ്പിക്കണം. അതിന് ഉറക്കെ ചൊല്ലുന്ന് പറയാനും പാടില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ട ഇപ്പൊ എത്ര ജോറു സലാത്തിൽ പോരാ, ഉറക്കെ എന്ന് രണ്ടാമതായി പറയിപ്പിക്കരുത്. അത് നമ്മൾ പിന്നെ വോൾട്ടേജ് കുറഞ്ഞിരുന്ന അതിന്റെ അർത്ഥം. വോൾട്ടേജ് കുറഞ്ഞോണ്ട് പോയാൽ പിന്നെ ഡിമ്മായി പോയാൽ പിന്നെ ബർണായി പോകും. അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് നല്ല ഈമാനിന്റെ വെളിച്ചവും തെളിച്ചവും അള്ളാഹു ധാരാളം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ ബാങ്ക് വിളി കഴിഞ്ഞാൽ എല്ലാരും പള്ളിയിലെത്തി. ഇനി എന്താണ് അടുത്തത്? ഇഖാമത്താണ്. ഉമ്മമാർക്ക് ഇഖാമത്ത് മാത്രമേ ഉള്ളൂ. നിസ്കരിക്കുന്നതിന് മുമ്പ് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല. പുരുഷന്മാർക്ക് നിസ്കാരത്തിന് മുമ്പ് ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. അതുകൊണ്ടാണ് പള്ളിയിൽ വന്നാൽ, പള്ളിയിലെത്തിയാൽ ബാങ്ക് വിളി കേട്ട് പള്ളിയിലെത്തിയാൽ പിന്നീട് അതാ അവിടെ നിന്ന് ഇഖാമത്ത് വിളിക്കുന്നത് എങ്ങനെയാണ്? ആ ഇഖാമത്തിന്റെ വാചകത്തിൽ എന്താണുള്ളത്? ഒരു പ്രത്യേകമായ വാചകമുണ്ട്, ബാങ്കിലില്ലാത്ത വാചകം. ഖദ് ഖാമത്തിസ് സ്വലാ, ഖദ് ഖാമത്തിസ് സ്വലാ. എന്താണ് ആ ഖദ് ഖാമത്തിസ് സ്വലാ എന്ന പദത്തിന്റെ അർത്ഥം? നിസ്കാരം തുടങ്ങിനി, നിസ്കാരം തുടങ്ങിനി.
എവിടെ തുടങ്ങിനെ? ഇനി തുടങ്ങാനല്ലേ പോന്നെ? നിസ്കാരം തുടങ്ങിയിട്ടില്ലല്ലേ? തുടങ്ങാൻ വേണ്ടി ഇക്കാമത്ത് കൊടുക്കുന്നല്ലേ? പക്ഷെ പറയുന്നുണ്ടേ നിസ്കാരം നിന്ന്, നിസ്കാരം തുടങ്ങി, ഇനി തുടങ്ങാൻ പോന്നല്ലേ ഉള്ളൂ, നിസ്കാരം തുടങ്ങിയിട്ടില്ലല്ലേ? പക്ഷേ എന്നാലും പറയുന്നത് നിസ്കാരം സ്റ്റാർട്ടായി എന്നാണ്, നിസ്കാരം തുടങ്ങിയെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ ചെറുപ്പക്കാരാ? അതേ വാങ്ക് വിളി കേട്ടാൽ ഈമാനുള്ളവന്റെ കൽബിൽ അതാ ഇനി വേറൊന്നും ചിന്തയില്ല, നിസ്കാരമാണ്. ആ നിസ്കരിക്കാൻ വേണ്ടി ഓൻ എന്താക്കുന്നു? ഓൻ എന്തോ തിരക്കിലുണ്ടായി ആ തിരക്ക് ഓൻ അവസാനിപ്പിക്കും, ആ തിരക്ക് ഓൻ അങ്ങ് മാറ്റിവെക്കൂ. അതുകൊണ്ട് തന്നെ അപ്പ ഓന് നിസ്കാരത്തിലേക്ക് കടന്നതുപോലെയാണ്. തിരക്ക് മാറ്റിവെച്ചു, ഓൻ വേറെന്തോ ഒന്ന് വായിച്ചു കൊണ്ടിരുന്നു, ആ പുസ്തകം അവനതാ അങ്ങോട്ട് വെച്ചു. അതുപോലെ തന്നെ ഓൻ വേറെന്തോ ചെയ്തുകൊണ്ടിരുന്നു, അതവൻ അങ്ങ് അവസാനിപ്പിച്ചു, നിർത്തിവെച്ചു. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? വേഗം ഉളുവെടുക്കാൻ പോയി. അവനതാ ഉളുവെടുക്കാൻ പോയി, ഉളുവെടുത്തു. ഉളുവെടുത്തിട്ട് വന്നിട്ട് കുപ്പായിട്ടിട്ടോ എന്താക്കുന്ന പൊരന്റെ പുറത്തിറങ്ങി. പൊരന്റെ പുറത്തിറങ്ങിയിട്ട് ഓൻ ഇനി ഏടക്ക് പോന്നേ? ഓൻ പോന്നെ പള്ളിക്ക് പോന്നേ. ആ പള്ളിക്ക് നടന്നുകൊണ്ട് പോന്ന്, അല്ലെങ്കിൽ ബൈക്കിൽ പോന്ന്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോന്ന്, അല്ലെങ്കിൽ ഓൻ കാറിൽ പോന്ന്, ജീപ്പിൽ പോന്ന്, എന്തിൽ വേണമെങ്കിലും പോട്ട് ഓൻ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നിസ്കാരത്തിലാണ്. ഓക്കിങ്ങനെ നിസ്കാരത്തിന്റെ കൂലി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങ വിചാരിച്ചിനെന്തിനെ? നിങ്ങ കരുതിയത് എന്ത്? പള്ളിക്ക് വന്നിട്ട് ഇങ്ങനെ കൈകെട്ടിയെങ്കിൽ മാത്രം നിസ്കാരമോന്ന്? അല്ല, ബാങ്ക് വിളി കേട്ടാൽ നിങ്ങ നിസ്കാരത്തിന് വേണ്ടി റെഡിയായല്ലോ, നിസ്കാരത്തിന് കീഞ്ഞല്ലോ, നിസ്കാരത്തിന് പുറപ്പെട്ടല്ലോ. എന്നാൽ അവിടുന്ന് മുതൽ നിങ്ങൾക്ക് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ഇനി പള്ളിയിൽ നിങ്ങൾ എത്തിയപ്പോ ആ പള്ളിയിൽ ഇനി സുന്നത്ത് നിസ്കരിക്കുകയാണ്. സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കാനുള്ള സമയം ഇനി വരാൻ പോകുന്നുള്ളൂ. ആ ഇഖാമത്തിന്റെ സമയം വരെ നിങ്ങൾ കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുന്ന സമയം മുഴുവനോ ആ മനുഷ്യനെ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞില്ലേ, അന്ന അഹദക്കും ഫീ സ്വലാത്തിൻ മന്ദലറ സ്വലാ. നിങ്ങൾ ഇങ്ങനെ നിസ്കാരം ഇങ്ങനെ കാത്തിരിക്കുമ്പോ നിങ്ങൾക്ക് നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടുകയാണ്. ഓ മരക്കപ്പുറത്തിരിക്കണ ഉമ്മമാരെ, എന്തേ പഴയകാലത്തെ പെണ്ണുങ്ങന്മാരെ ജീവിതത്തിൽ ഒരു ബറക്കത്തുണ്ടായിരുന്നു. എന്താണ് പഴയകാലത്തെ പെണ്ണുങ്ങന്മാരെ ജീവിതത്തിലെ ബറക്കത്ത്? ഓരെന്താക്കുന്നവര്? പഴയകാലത്തെ പെണ്ണുങ്ങന്മാരെന്താക്കുന്നവര്? ഒരു ബാങ്ക് കൊടുക്കണ മുമ്പ് തന്നെ റെഡി അയക്കുന്ന. ഇപ്പൊ ബാങ്ക് കൊടുക്കും, ബാങ്ക് കൊടുക്കുന്ന മുമ്പ് തന്നെ പോകുന്നവര് ഉളു എടുക്കാൻ പോകുന്ന റെഡിയാന്നാൽ ഒരു നേരത്തെ ഇട്ട ഡ്രസ്സെല്ലാം മയിച്ചു വെച്ച് ഒന്ന് മെല്ലെ മേത്തൊക്കെ ഒന്ന് വെള്ളം എന്താക്കി ഒന്ന് പാരിപ്പിച്ച് കുളിച്ച്, എന്നിട്ടതാ വേറെ ഡ്രസ് ഇട്ട് ഉളുവെടുത്ത്, എന്നിട്ടതാ ബാങ്ക് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നിട്ടതാ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. മഗ്രിബിന്റെ ബാങ്ക് പള്ളിന്ന് കേൾക്കാൻ വേണ്ടി ഉളുവെടുത്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന പഴയകാലത്തെ ഉമ്മമാര് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഏടുണ്ട്? ഇല്ല എന്നല്ല, ഞങ്ങളെ പഞ്ചിക്കല്ലുണ്ടാവും. അള്ളാഹു ഈ ഉമ്മമാർക്കൊക്കെ വലിയ ബർക്കത്തേട്ടെ. പഞ്ചിക്കലത്തെ ഉമ്മമാരൊക്കെ അങ്ങനെ, അവർ മഗ്രിബിന് മുമ്പ് നേരത്തെ റെഡി ആയിട്ട് വുളു എടുത്തിട്ട് കാത്തു നിൽക്കുന്ന പഞ്ചിക്കൽ ഫസൽ മസ്ജിദ് ബാങ്ക് വിളി കേൾക്കാൻ, എന്നിട്ട് വേഗം റെഡി ആയിട്ട് നിസ്കരിക്കുന്ന. അതുവരെ എത്ര സമയം കാത്തിരിക്കുന്നുണ്ടോ ഉമ്മ, അത് ചെറിയ പ്രതിഫലമല്ല. ആ കാത്തിരിക്കുന്നത് വരെയുള്ള എല്ലാ സമയവും നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ആ പ്രതിഫലം തരാൻ കഴിവുള്ള രാജാവാണ് യജമാനനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല. ആ പ്രതിഫലം തരാൻ കഴിവുള്ള രാജാവാണ്. അതുകൊണ്ടാണല്ലോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഖറജ ഹജ്ജ, ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏടക്ക് പോന്നേ? ഹജ്ജിന് പോന്നേ. നാട്ടാര് മുഴുവനും അയാൾക്ക് യാത്രയപ്പ് കൊടുത്തു. ഈ പഞ്ചിക്കല്ല് മഹല്ലിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് പോകുന്നവരുണ്ടാകും. ഇല്ലേ? ഖജാഞ്ചി പോകുന്നു,
ആളുകൾ പോകുന്നു. അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ടാവും. ഓർക്ക് ഞമ്മ നാട്ടുകാരെല്ലാരും ചേരിട്ട് യാത്രയപ്പോ കൊടുക്കുന്നില്ലേ? എന്തേ തിരിച്ച് ബന്ധങ്കായി വന്നില്ലെങ്കായി അങ്ങനെയാ അങ്ങനെ യാത്ര വയ്ക്കണ്ട. അങ്ങനൊന്നും അല്ല. പിന്നെന്തേ ഒരു ഏറ്റവും നല്ല ഒരു കാര്യത്തിനാണ് പോകുന്നത്, ഹജ്ജിനാ പോകണേ. അപ്പൊ നാട്ടുകാരെല്ലാരും ചേർന്നിട്ട് ഒരു ബീൾക്കൊടുക്ക സമാരംഭം, ഒരു സെൻഡ് ഓഫ്. അത് കോളേജിലും സ്കൂളിലും മാത്രമുള്ളതല്ല ഈ സെൻഡ് ഓഫ് ചൊല്ലി. സെൻഡ് ഓഫ് ചൊല്ലിങ് എന്ന് പറഞ്ഞാൽ യാത്ര വെക്കുന്നത്, ഹജ്ജിന് പോകാൻ വേണ്ടി യാത്ര വെക്കുന്ന. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ആ ഹജ്ജിന് പോയി ഒരാള് ഒരു നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയി. പക്ഷേ അയാൾക്ക് ഹജ്ജാക്കാൻ സാധിച്ചില്ല. അയാളങ്ങ് പോന്ന വഴിയിൽ മരണപ്പെട്ടു പോയി എന്ന് സങ്കല്പിക്കാം. എത്ര ആളുകളാണ് അങ്ങനെ മരിച്ചവർ. ഹജ്ജിന് പോവാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഇറങ്ങി കീഞ്ഞി, പക്ഷേ വഴിയിൽ വെച്ച് മരിച്ചുപോയി, മരണപ്പെട്ടു പോയി. അങ്ങനെ എത്ര മരിച്ചുപോയ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഓ സുഹൃത്തുക്കളെ, പക്ഷേ അങ്ങനെ ഹജ്ജിന് പുറപ്പെട്ടിട്ട് പോകുന്ന വഴിയിൽ ഒരാൾ മരിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? കുതിബ ലഹു അജ്റുൽ ഹജ്ജി ഇലാ യൗമിൽ ഖിയാമ. ഓൻക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അവൻ അല്ലാഹു തആല കൊടുക്കുന്നത്. ഒരാള് ഹജ്ജിന് പോയിട്ട് ഹജ്ജ് ചെയ്താലോ അയാൾക്ക് ആ വർഷത്തിന്റെ ഹജ്ജിന്റെ പ്രതിഫലമാണ് കൊടുക്കുന്നത്. അതേ സമയത്ത് പിന്നൊരാള് ഹജ്ജിന് വേണ്ടി കീഞ്ഞ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് അങ്ങനെ അയാൾ പോയി, പക്ഷേ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടാതെ അയാളങ്ങ് മരിച്ചു. പക്ഷെ അയാൾ മരിക്കുന്നത് ഹജ്ജിന്റെ നിയത്തിലാണ്, അല്ലാഹുവിന്റെ വഴിയിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ് കേട്ടോ. ഞമ്മവിടെ സംസാരിക്കാൻ തുടങ്ങി. എന്ത് സംസാരിക്കാൻ തുടങ്ങി? ഞാൻ അഭിപ്രായം ചൊല്ലുന്നതിൽ ഭയങ്കര ഉഷാറല്ലേ? ഒക്കെ അല്ലേ? നിങ്ങൾ നല്ല മനുഷ്യന്മാർ. അല്ലാഹു നിങ്ങളെ ബറക്കത്തുകൊണ്ട് നമ്മുടെ നാട്ടുകാരെ അല്ലാഹു നന്നാക്കി തരും. ഓക്കെ, അങ്ങനെ ചൊല്ലില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സലാമത്താവണ്ടേ? ഇവിടുന്ന് പോണ്ടേ? അങ്ങനെയാണ്. ഞമ്മ എന്താക്കുന്നു അറിയാം. നമുക്കിതെന്തോ അറിയാല, ഈ വിഷയം എന്തോ അറിയാല. ഞങ്ങൾ ലാസ്റ്റ് എന്താക്കുന്നത്? ഞങ്ങൾ അവിടെ നാട്ടിൽ കുസുകുസാക്കും. ഓന്റെ ജീവിതത്തിൽ എന്തോ ഒരു റബ്ബ് പൊരുത്തപ്പെടാത്തത് എന്തോ ഉണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ ഓൻക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല. ഹജ്ജിന് വേണ്ടി കീഞ്ഞിട്ട് ഗവൺമെന്റിക്ക് 3.5 ലക്ഷം 4 ലക്ഷം പൈസ കൊടുത്തിട്ടു. ഹജ്ജിക്ക് വേണ്ടി ഇവിടുന്ന് പോയിട്ടു ഓൻക്ക് ഹജ്ജ് ചെയ്യാതെ മരിച്ചില്ലേ? എന്തോ ഒരു കളി ഓന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആരമാ മനസ്സ് വേദനിപ്പിച്ചില്ല, ബെർത്തേക്ക് ബന്നേക്ക് വരുമ്പോഴത്തേക്ക് പറയുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. പിന്നെന്താ നിങ്ങൾ ചൊല്ലിയേ? അത് ഞങ്ങൾ ചൊല്ലിയെന്തിനെന്നറിയാം? അയാൾക്ക് ഇത്രയെല്ലാം ചെലവാക്കിയിട്ട് ഹജ്ജാക്കിയിട്ടില്ലല്ലേ? അയാള് ഹജ്ജാക്കാതെ മരിച്ചല്ലേ? ഹജ്ജിന് പോയിട്ടു അങ്ങനെ തീരുമാനിക്കാൻ നമുക്കായിട്ടില്ല. എന്തേ ഹജ്ജിന് ഇവിടുന്ന് ഏതായാലും അയാൾ ഇറങ്ങിപ്പോയില്ലേ, ഇഹ്റാം കെട്ടിയില്ലേ, അതിനെല്ലാം അയാൾക്ക് അല്ലാഹു തആല തൗഫീഖ് കൊടുത്തില്ലേ, പൈസ അടക്കാൻ അല്ലാഹു അവസരം കൊടുത്തില്ലേ. പിന്നെ അയാൾ പോകുന്ന വഴിയിൽ മരിച്ചാൽ ആ മരണം വലിയ പവറുള്ള മരണമാണ് കേട്ടോ. എന്താണ് പവറുള്ള മരണോ? ആ മനുഷ്യന് ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുകയാണ്. ഏതുവരെ ഹജ്ജ് ചെയ്ത പ്രതിഫലം? ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അയാൾക്ക് അല്ലാഹു തആല നൽകുന്നത്. ഞമ്മ ഇവിടെ നാട്ടിൽ ഇരുന്നിട്ട് കുസുകുസുവാക്കുന്ന എന്തേ കാരണോ? ഞമ്മക്ക് പഠിപ്പില്ല, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഇൽമില്ല. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുസുകുസുവാക്കുന്നു. ഇനി നിങ്ങളൊന്നും കൂടി നോക്കൂ. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയാണ്, വമൻ ഖറജ മുഅ്തമിറാ, ഒരാൾ ഉംറക്ക് വേണ്ടി പുറപ്പെട്ടു പോയി.
ഉംറക്ക് വേണ്ടി ഒരാള് പുറപ്പെട്ടു. പക്ഷേ ഫമാത, ഉംറ ചെയ്യാൻ അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു. നാട്ടിൽ നിന്ന് ഉംറക്ക് കീഞ്ഞതാണ്, പുറപ്പെട്ടതാണ്, വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് ഉംറക്ക് വേണ്ടി. നാട്ടുകാരോടെല്ലാരോടും പറഞ്ഞു ഞാൻ ഉംറക്ക് പോവാണ് എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഉംറ ചെയ്യാൻ അവസരം കിട്ടിയില്ല. അയാളതാ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ കുത്തിബ ലഹു അജ്റുൽ മുഅ്തമിരി ഇലാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉംറ ചെയ്ത മനുഷ്യന്റെ പ്രതിഫലമാണ് അയാൾക്ക് അല്ലാഹു തആല നൽകുന്നത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. റബ്ബിന്റെ ഖജനാവ്, ആ പ്രതിഫലം തരുന്ന ഖജനാവ്, ആ ഖജനാവ് എത്ര കണ്ട് വിശാലമാണ്. യജമാനനായ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഖജനാവ്, അല്ലാഹു തആല നമുക്ക് ധാരാളം പ്രതിഫലം തരുന്ന ഖജനാവ്. അതുകൊണ്ടല്ലേ ആ റബ്ബിനെ പൂർണ്ണമായും കീഴ്പ്പെട്ട് ജീവിച്ച മനുഷ്യൻ, അവൻ എപ്പോഴും ജീവിതത്തിൽ ഒരു സന്തോഷമാണ്. അവൻ കപ്പൽ മുങ്ങിയതുപോലെ ഇരിക്കണമെന്നില്ല. ദുനിയാവ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് പ്രശ്നോ? എന്തേ ബേജാറിലിരിക്കുന്നേ? നെയ്പ്പില്ല, ബാണ്യമില്ല, എന്നാലും പട്ടിണി കിടക്കൂലല്ലേ? പട്ടിണി ആക്കൂ അല്ലാഹു തആല. ഞാൻ നോക്കുന്ന എന്ത് കൽത്തപ്പത്തിന്റെ മണോ നോക്കും. ഇതോടെ കൽത്തപ്പം അല്ലേ? ഇവിടക്ക് മാത്രല്ല, എല്ലായിടത്തേക്കുണ്ടാ. അങ്ങനെ വേറെ റെഡി ആയിക്കൊണ്ടതല്ല, നുപ്പാട് വെച്ചതാ, ഇവർക്ക് കൊടുത്തിനല്ലേ. ഞാൻ നോക്കുന്നത് ഇപ്പൊ ഫ്രഷ് ആക്കി കൽത്തപ്പന്റെ മണം ഇതോടെ ഇരിക്കണം. ഞാൻ നേരത്തെ അത് ശ്രദ്ധിച്ചില്ല. നമ്മൾ ചില ദിവസം അങ്ങനെ ഉണ്ടാവും, നമ്മളെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കൂല. ഒരു പീസ് പിന്നെ തിന്നാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. നിങ്ങളെ ബാക്കി വെച്ചെങ്കിൽ കിട്ടും ഭാഗ്യം, അല്ലെങ്കിൽ എന്നെ പോലത്തെ അവനക്ക് ഇല്ല, അതൊന്നും കിട്ടാലെ. ലാസ്റ്റ് ചൂടുവെള്ളം മാത്രം കിട്ടും. നിങ്ങൾക്കെല്ലാം എന്തെല്ലാം കിട്ടുന്ന വേല കേൾക്കുന്ന സമയത്ത് ഇവിടെ കിട്ടുന്ന നിങ്ങൾക്കറിയില്ല. പായസം വേറെ, കട്ടൻ ചായം വേറെ, പിന്നെ മറ്റേ ബച്ചൻകായന്റെ ബത്തക്കന്റെ ജ്യൂസ് വേറെ. അല്ലാഹു ബർക്കത്തെ. നമ്മൾ ദുനിയാവ് ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ വിഷമിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ നമുക്ക് വലിയ ഒരു പിന്നെ ജോലി എന്തും ഇല്ല, നെയ്പ്പെന്തും ഇല്ലെങ്കിൽ ഞമാർ പട്ടിണി കിടക്കാല. എന്താ കാരണം? അള്ളാഹുവിന്റെ അടിമയല്ലേ, അള്ളാന്റെ അടിമയെ അള്ളാഹു പട്ടിണിയിലാക്കൂല. പക്ഷേ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു നോക്ക് നിങ്ങൾ, വബശ്ശിരിൽ മുഖ്ബിതീൻ, ആ റബ്ബിനെ പൂർണ്ണമായും കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഈമാനുള്ള ജനങ്ങൾ, അവരോട് തങ്ങളൊന്ന് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അവരാഖിറത്തിൽ പേടിക്കേണ്ടതില്ല, പരലോകത്ത് അവർക്ക് ഒരിക്കലും ഭയക്കേണ്ടതില്ല. ആരാണ് റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആളുകൾ? അവരിൽ ഒരു 4 സ്വഭാവമുണ്ട് കേട്ടോ. ആഖിറത്തിലെ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈപൊക്കി നോക്കട്ടെ. ആഖിറത്തിലെ സന്തോഷം വേണോ? കൈപൊക്കിയവർക്ക് ഞാൻ ദ്വാരക്കാം ആഖിറത്തിൽ സന്തോഷം കിട്ടാൻ. എല്ലാരും പൊക്കിനതാ. ഓമോ അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ആഖിറത്തിൽ സന്തോഷം തരട്ടെ. അല്ലേ? ഈടുത്തെ കൊസിക്കൊന്നും നിലനിൽപ്പുണ്ടാ? ഇവിടുത്തെ കൊസി എപ്പ തീരും എന്ന് പറയാൻ പറ്റൂല. ഇവിടെ ഒരു 4 നടുനൊമ്പലോ, പിന്നെ ഒരു 4 തല നൊമ്പലോ, പിന്നെ ഒരു 4 കുഞ്ചു നൊമ്പലോ, പിന്നെ ഒരു 4 കഴുത്തു നൊമ്പലോ, പിന്നെ ഒരു 4 നൊമ്പലമേ ഇല്ല. പോ അങ്ങനെയാണ് ദുനിയാവിന്റെ അവസ്ഥ. എന്ന യഥാർത്ഥ സന്തോഷം ഏടെ? പഞ്ചിക്കല്ല, ഒരു കല്ലുലും ഇല്ല. പിന്നെ ഇവിടെ സന്തോഷം ആഖിറത്തിലാണ്. ആ ആഖിറത്തിൽ നിങ്ങൾക്ക് സന്തോഷം വേണോന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എല്ലാവരും കൈപൊക്കിയില്ലേ? അല്ലേ? കാല് പൊക്കാൻ ചൊല്ലിയെങ്കിൽ നിങ്ങൾ കാലും പൊക്കാട്ടി. ഇപ്പൊ കൈപൊക്കിയില്ലേ? എന്തിന്? കാരണം ആഖിറത്തിൽ സന്തോഷം വേണോ. എന്നാൽ അത്ര എളുപ്പത്തിലൊന്നും കിട്ടാല ആ സന്തോഷം. അത് കൈപൊക്കിയ സാർത്ഥക കിട്ടുന്ന സന്തോഷമൊന്നുമല്ല, ധർമ്മത്തൊക്കെ കിട്ടുന്ന സന്തോഷമല്ല. ഖുർആനിൽ സൂറത്തുൽ ഹജ്ജ് ഉണ്ട്. ആ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു 4 സ്വഭാവം നിങ്ങളിലുണ്ടോ? എല്ലാ ഉമ്മമാരും കേൾക്കാൻ വേണ്ടി പറയാണ്. ഈ മരക്കപ്പുറത്തിരുന്ന് വേള കേൾക്കുന്ന ഉമ്മമാരെ, ഇനി ഞാൻ പറയാൻ പോകുന്ന 4 സ്വഭാവം ഉമ്മമാരിലുണ്ടോ, പുരുഷന്മാരിലുണ്ടോ? അവർക്കാണ് ആഖിറത്തിലെ സന്തോഷം കേട്ടോ.
ഏതാണ് ആ 4 സ്വഭാവം? അല്ലാഹു തആല ഓരോന്നും പറയാണ്. അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും. അല്ലാഹ് എന്ന് ചൊല്ലിയെങ്കിൽ ഓരോ മനസ്സിൽ പേടിയായി പോയി. അല്ലാഹ് എന്ന് ചൊല്ലിയെങ്കിൽ മനസ്സിൽ പേടിയായി പോയി. അങ്ങനെയാണ് ഇല്ലേ? ഇപ്പൊ എങ്ങനെ പേടി? റജബ് കഴിഞ്ഞു, ഷാബാൻ വന്നു, ഏടെ ഇപ്പൊ പേടിയേടെ? നോക്ക, ഹെൽമെറ്റ് ഇല്ലാതെ പോന്നാവാ, ബൈക്കിൽ പോന്ന ഹെൽമെറ്റ് ഇല്ലാതെ. അപ്പുറത്തുനിന്ന് വരുന്ന ഒരുത്തൻ ചൊല്ലോ ഒന്നുമില്ല. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? പോലീസ് അപ്പൊ പേടിച്ചില്ലേ? ഓൻ അവിടെ നിന്ന് ടർണാക്കിയില്ലേ? ഇനി ഹെൽമെറ്റ് ബാക്കിലുള്ള കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ഇട്ടില്ലേ? എന്താ പേടി? പോലീസിന്റെ പേടി. അങ്ങനല്ല, പരലോകത്ത് സന്തോഷിക്കുന്നവൻ അവന്റെ ഒന്നാമത്തെ സ്വഭാവം അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും. അല്ലാഹ് എന്ന് കേട്ടാൽ അവന്റെ മനസ്സങ്ങ് പേടിച്ചുപോയി. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സങ്ങ് പേടിച്ചുപോയി. ഓ മുത്തുമോമിനീങ്ങളെ, റജബ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷഅബാനക്ക് കാലെടുത്ത് വെച്ചില്ലേ? ഇനി റമളാനിനെ കാത്തിരിക്കുകയല്ലേ ഞാനും നിങ്ങളും? ഷഅബാൻ എന്ന് പറഞ്ഞാലോ വലിയ മഹത്വമുള്ള മാസമല്ലേ ഷഅബാൻ. വഫി അതേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാൻ. റബ്ബേ, റജബിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് തരണം, ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് തരണോ എന്ന് റബ്ബിനോട് ഞങ്ങൾ ദുആർക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച മാസമല്ലേ റജബും ഷഅബാനും. ആ ഷഅബാൻ വലിയ ബറക്കത്തുള്ള മാസമാണ്. ആ ഷഅബാൻ ഖിബ്ല തെറ്റിച്ച മാസമാണ് ഷഅബാൻ. ഞങ്ങളെല്ലാരും ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കുന്നവരാണ്? അതേ, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരാണ്. ആ കഅബക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിന് ശേഷം ഇടക്കാലത്ത് അല്ലാഹു തആലാന്റെ ഉത്തരവ് വന്നു, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കൂ. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. എന്താണ് ആഗ്രഹം? അതേ, കഅബയിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞിട്ട് നിസ്കരിക്കണോ? കാരണം ഉപ്പാപ്പ പുനർനിർമ്മിച്ച കേന്ദ്രമാണ് കഅബ. ആരാണ് ഉപ്പാപ്പ? ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കണോന്ന് ആഗ്രഹം. അങ്ങനെ ഹബീബായ തങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം റബ്ബായ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ അല്ലാഹയെ കണ്ടപ്പോൾ ഹബീബായ തങ്ങളോട് പറഞ്ഞില്ലേ? സൂറത്തുൽ ബഖറയിൽ കാണാം, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നബിയേ, എന്താണ് തങ്ങളെ മുഖ ഇടക്കിടക്ക് ഇങ്ങനെ മീറ്റക്ക് നോക്കുന്നാരല്ലേ? എന്ത് നബിയെ തങ്ങ ഇടക്കിടക്ക് മീറ്റക്ക് ഇങ്ങനെ നോക്കുന്നാരല്ലേ? എന്തിന് നബിയെ ഇടക്കിടക്ക് മീറ്റക്ക് നോക്കുന്നേ? എനിക്ക് മനസ്സിലായി നബിയെ, തങ്ങക്ക് വഹി വന്നിറങ്ങുന്നുണ്ടോ എന്ന് തങ്ങ ഇങ്ങനെ നോക്കുന്നാരല്ലേ? തങ്ങക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിനേക്കാളും സന്തോളോ അതേ കഅബയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കാനാണല്ലോ. എന്നാൽ നബിയെ, തങ്ങളെ ആഗ്രഹം പോലെ തന്നെയാകട്ടെ, തങ്ങളെ താല്പര്യം പോലെ തന്നെയാകട്ടെ. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, തങ്ങൾ ആഗ്രഹിക്കുന്ന ഖിബ്ലയുടെ ഭാഗത്തേക്ക് തന്നെ ഇതാ നാം തങ്ങളെ തിരിക്കുന്നു നബിയേ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതേ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തങ്ങളൊന്ന് തിരിഞ്ഞിട്ട് നിസ്കരിക്കൂ നബിയേ. ആ
കഅബയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കാൻ വീണ്ടും ഉത്തരവ് കിട്ടിയ മാസമാണ് പരിശുദ്ധ ശഅബാൻ മാസം. അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുർബതി എന്താണ്, തങ്ങളുടെ ആഗ്രഹം എന്താണ്? അതാണ് അല്ലാഹുവിന്റെ താല്പര്യം, അതാണ് സ്വഹാബത്തിന്റെ താല്പര്യം. അതുകൊണ്ടല്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലൂ എന്ന ആ ആയത്ത് അല്ലാഹു ഇറക്കിയത് ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്, ഞാനിപ്പോ അത് മാത്രം പ്രസംഗിക്കണില്ല. ഒന്ന്, ഖിബ്ല തെറ്റിച്ച മാസം. രണ്ട്, സ്വലാത്ത് ചൊല്ലാനുള്ള ആയത്ത് ഇറക്കിയ മാസം. മൂന്ന്, ശഅബാൻ എന്ന് പറഞ്ഞാൽ ധാരാളം ഖുർആൻ ഓതേണ്ട മാസം. അങ്ങനെയാണ്. റമളാൻ മാത്രമല്ല ഖുർആന്റെ മാസം, ശഅബാനിൽ തന്നെ ഖുർആൻ ഖത്ം ഓതാൻ തുടങ്ങണമെന്നാ പറഞ്ഞത് മഹാന്മാർ. ശഹ്റു ശഅബാൻ ശഹ്റുൽ ഖുർആൻ. ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന ആളുകളുടെ മാസമാണ് ശഅബാൻ. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ ശഅബാൻ മാസം വന്നാൽ ഒരു കച്ചവടത്തിന്റെ ഗോഡൌൺ ഒരു ബന്ധാക്കി. നിങ്ങൾ ബന്ധാക്കിരണ്ട, ചിലപ്പോ പട്ടിണി എടുക്കേണ്ടി വരും. ഒരു ബന്ധാക്കിട്ട് ഒരെന്താക്കി, ശഅബാൻ മാസം വന്നെങ്കിൽ പിന്നെ ഓരോ ഫുൾ സമയം ഖുർആൻ ഓതാൻ വേണ്ടി ചെലവഴിച്ചു. അതെ, റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ ഇവിടെ നമുക്ക് സലീസാവണം, സറാഗ് ഖുർആൻ ഓതാൻ കഴിയണം. അപ്പൊ റമളാനിലേക്കുള്ള പ്രാക്ടീസ് ശഅബാനിലാണ്. അതുകൊണ്ട് ശഅബാനിൽ ഖുർആൻ ധാരാളം ഓതണം. അതാണ് അങ്ങനെ എല്ലാറ്റിന്റെ മാസമാണ് ശഅബാന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാറെ നോമ്പ് നോറ്റ മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ശഅബാനിൽ ധാരാളം നോമ്പ് നോക്കണോ മഹാന്മാർ പറഞ്ഞു. ബറാത്തിന് മാത്രമല്ല, ശഅബാൻ ഒരു മാസം ഫുള്ള് നോമ്പിന്റെ മാസമാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല. എല്ലാത്തിനും ഓരോ ക്രമമുണ്ട്, ആ ക്രമം തെറ്റാൻ പാടില്ല. എല്ലാത്തിനും ഓരോ ക്രമമുണ്ട്. എല്ലാ ക്രമവും കൂടി ഇന്നത്തെ ഒരു വാതിൽ പറയാൻ പറ്റണില്ല. ഓരോന്നിനും ഓരോ ക്രമമുണ്ട്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. നോമ്പ് തുറക്കാൻ ഒരു ക്രമമുണ്ട്, അത്താഴം തിന്നാൻ ഒരു ക്രമമുണ്ട് അല്ലേ? നോമ്പ് തുറക്കുന്നപ്പോ അല്ലാഹു തആല ഞങ്ങൾക്ക് നോമ്പ് നോക്കാനും നോമ്പ് തുറക്കാനും നോമ്പ് മുറിക്കാനും ഒക്കെ അല്ലാഹു ഭാഗ്യം തരും. നിങ്ങളുടെ നോമ്പ് തുറക്കുന്ന നോമ്പ് മുറിക്കുന്ന പഞ്ചിക്കല്ല് എങ്ങനെ തുറക്കണല്ലേ? ഞങ്ങളെ ചില സ്ഥലത്തെല്ലാം പോയി നോക്കിയെങ്കില് തുറക്കുന്നത് വേറെ മുറിക്കുന്നത് വേറെ. അത് ബാങ്ക് കേട്ട ഉടനെ നമ്മ തിന്നുന്നല്ലേ, അത് മുറിക്കുന്നേ. കാരണം അതുവരെ നോമ്പ് പിടിച്ചിട്ടുണ്ടായി, അപ്പൊ അത് മുറിച്ചു. ചില നാട്ടിൽ അങ്ങനെയാണ്, വെറുതെ അല്ല. ഞമ്മ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വേദന പോകുന്നതുകൊണ്ട് ഓരോ നാട്ടിലത്തെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നല്ലേ. നോമ്പ് തുറക്കുന്നില്ലെങ്കിൽ എന്തേ, അത് പിന്നെ നാസ്ത അല്ല, എഷ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് തറാവില കഴിഞ്ഞ് വന്നിട്ട് ഒരു നാസ്ത എല്ലാം ഉണ്ടല്ലേ, അത് തുറക്കുന്നത്. ഈത്തപ്പഴയെല്ലാം തിന്നിട്ട് അത് മുറിക്കുന്നത്, മറ്റേത് തുറക്കുന്നത്. ഈ നോമ്പ് മുറിക്കുമ്പോ എന്താക്കണോ? നോമ്പ് മുറിക്കുമ്പോ ചില മനുഷ്യന്മാരെ കൈ നേരെ സമൂസത്തേക്ക് തന്നെ പോകുന്നു. അങ്ങനെ ആവാല. എന്താ കാരണം? നോമ്പ് മുറിക്കേണ്ടത് സമൂസത്തിലല്ല, നോമ്പ് മുറിക്കേണ്ടത് ഈത്തപ്പഴമുണ്ടോ എന്നാ ഈത്തപ്പഴം, നല്ല ഈത്തപ്പഴം കൊടുത്തിട്ട്. ഇപ്പൊ ഉമ്മമാരെല്ലാരും സമൂസന്റെ ഇല വിൽപ്പിക്കും. സമൂസന്റെ ഇല എന്നല്ലേ പറയുന്നത്? എന്താ പൊരല് നോമ്പ് തുറക്കാൻ സമൂസ ഉണ്ടാക്കാൻ ഇല മാത്രം പോരാ, നല്ല മുന്തിയ ഈത്തപ്പഴം വരുത്തണം. ഭർത്താവിനോട് പറഞ്ഞിട്ട് നല്ല മുന്തിയ ഈത്തപ്പഴം കൊണ്ടുവരാൻ വേണ്ടി പറയാം. എന്താ ഈ നോമ്പ് മുറിക്കേണ്ടത് ഈത്തപ്പഴത്തിലാണ്. ഈത്തപ്പഴം ഇല്ലെങ്കിലാണ് കാരക്ക, ഇനി അതും ഇല്ലെങ്കിലാണ് വെള്ളം. പിന്നെ വെള്ളം, ഫസ്റ്റ് ഈത്തപ്പഴം, പിന്നെ വെള്ളം. ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കുന്നതല്ല, അതിന് ക്രമം അങ്ങനല്ല. ഫസ്റ്റ് ഈത്തപ്പഴം, അത് മൂന്ന് അൽഹംദുലില്ലാഹ് നല്ല തന്നെ, മൂന്നാക്കുന്ന നല്ല തന്നെ. അങ്ങനെയുണ്ട്, ഒറ്റ ആക്കൽ നല്ലതാണ്, മൂന്ന് നല്ലത്. അവിടെ വെള്ളം കുടിക്കുമ്പോ സംസം വെള്ളം ഉണ്ട്, ആ പൊരലി സംസം വെള്ളം എന്തിന് സ്റ്റോക്ക് ആക്കിട്ട് വെക്കുന്ന നോക്കാം. ചില മനുഷ്യന്മാർ വിചാരിച്ചിന് സംസം വെള്ളം ഉഷാരില്ലുണ്ടായെങ്കിൽ മാത്രം കുടിക്കാനുള്ളത്. അങ്ങനെ എന്തെങ്കിലും തീരാണ്ടായാല് ഉമ്മാമ ഉള്ളിക്ക് പോയിട്ട് എടുത്തും വരും. നിക്ക് ഞാനിപ്പ സംസം തന്റെ നിക്ക്, നിന്റെ പനി സമറാവിടോ. അതാ, അത് തീരാണ്ടായാൽ മാത്രം കുടിക്കാനുള്ളതല്ല. നോമ്പ് തുറക്കുമ്പോ മേശപ്പുറത്ത് സംസം വെള്ളം വെക്ക്, എന്നിട്ട് നോമ്പ് തുറക്കുമ്പോ ഈത്തപ്പഴം കഴിച്ചിട്ട് മെല്ലെ സംസം വെള്ളം കുടിക്കുന്ന നോക്ക. എന്തൊരു സന്തോളം!
സംസം വെള്ളം എപ്പോഴും കുടിക്കാനുള്ളതാണ്. നോമ്പ് തുറക്കുമ്പോഴും സംസം വെള്ളം കുടിക്കാം. അതാണ് ഈത്തപ്പഴം കഴിച്ചിട്ട് പൊരുള് സംസം വെള്ളം ഉണ്ടാ സംസം വെള്ളം മുമ്പെക്ക നോമ്പ് തുറക്കുമ്പോ. സംസം വെള്ളല്ലേ, മഹത്തുള്ള വെള്ളല്ലേ. അപ്പൊ നോമ്പ് തുറക്കുമ്പോ സംസം വെള്ളം കുടിക്കുക. ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല, ഞാൻ അങ്ങനെ ഒരു വിഷയം പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഓരോന്നിനും ഓരോ ക്രമങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ ക്രമമുണ്ട്. ക്രമമനുസരിച്ചിട്ടാണ് നടക്കേണ്ടത്, ആ ക്രമമനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, പരലോകത്ത് സന്തോഷിക്കുന്ന ആളുകളാണോ വജിലത്തു ഖുലൂബുഹു. അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഖൽബിലങ്ങ് റബ്ബിന്റെ പേടി ഇരുന്നു പോയി, ഭയമിരുന്നു പോയി. ഇനി രണ്ടാമത്തെ സ്വഭാവം ഏതാണ്? ഞാനതങ്ങ് വേഗം അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി പരലോകത്തെ സന്തോഷിക്കാൻ വകുപ്പുണ്ടാകണ ഈമാനുള്ള ജനങ്ങളുടെ രണ്ടാമത്തെ സ്വഭാവം ഏതാണ്? അതേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വസ്വാബിരീന അലാമാ അസ്വാബഹു. എന്തെങ്കിലും ഒരു ബേജാറുണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു കഷ്ടം വരുമ്പോൾ, എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ നന്നായി ക്ഷമിക്കുന്ന സ്വഭാവമുണ്ടോ അവർക്ക് പരലോകത്ത് വലിയ സന്തോഷമുണ്ട്. ഇനി മൂന്നാമത്തെ സ്വഭാവം ആരാണ്? വൽ മുഖീമിസ്സലാ. നിസ്കാരം അതിന്റെ ഫർളനുസരിച്ച് നിർവഹിക്കുന്നവർ, നിസ്കാരം അതിന്റെ നിബന്ധന അനുസരിച്ച് നിർവഹിക്കുന്നവർ, ആ നിസ്കരിക്കുമ്പോൾ ഖൽബിൽ നല്ല ഭക്തിയുള്ളവർ. അതാണ് ഞാൻ പറഞ്ഞത്, ക്രമമനുസരിച്ച് നിസ്കരിച്ചവർ. ഖുർആനിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഈമാനുള്ള ജനങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞവിടെ എല്ലാം പറഞ്ഞത് വൽ മുഖീമീനസ് സ്വലാ. നിസ്കാരം അതിന്റെ നിബന്ധന അനുസരിച്ച് നിസ്കരിച്ചവർ, ക്രമമനുസരിച്ച് നിസ്കരിച്ചവർ എന്നാണ്. എവിടെയും മുസല്ലൂന എന്ന് പറഞ്ഞില്ല, കേവലം നിസ്കരിക്കുന്നവരെന്ന് പറഞ്ഞില്ല. എന്തേ കാരണം? മഹാന്മാര് പറഞ്ഞു നിസ്കരിക്കുന്നവർ കുറെ ആളുകളുണ്ട്, നിസ്കരിക്കുന്നവർ കയ്യും കണക്കില്ലാത്ത അത്ര ആളുകളുണ്ട്. പക്ഷെ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ. ഓരോ നിസ്കാരത്തിൽ ഓർക്കൊരു ചിന്തയുമില്ല, ബോധമില്ല. അതേ സമയത്ത് ക്രമം പോലെ നിസ്കരിക്കുന്നവരോ വഹും ഖലീൽ. ക്രമം പോലെ നിസ്കരിക്കുന്നവർ വളരെ കുറവാണ് കേട്ടോ. അപ്പൊ പരലോകത്തെ സന്തോഷിക്കുന്ന ജനങ്ങളിൽ മൂന്നാമത്തെ സ്വഭാവം നിസ്കാരം ക്രമം പോലെ നിസ്കരിക്കുന്നവർ. ഇനി നാലാമത്തെ ഒരൊറ്റ സ്വഭാവം കൂടി ഖുർആനിൽ അല്ലാഹു പറയാണ്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഓർക്ക് ഞങ്ങൾ കൊടുത്ത സമ്പത്തിൽ നിന്ന് ഓരല്ലാഹുവിന്റെ ദീനിനെ ചെലവഴിക്കുന്നവരാണോ? ഓർക്ക് കൊടുത്ത സമ്പത്ത് നിന്ന് ഓർക്ക് അല്ലാഹുവിന്റെ ദീനിനെ ചെലവഴിക്കണവരാണോ? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, പരലോകത്തിലെ സന്തോഷത്തിലിരിക്കണോ എന്ന് ചോദിച്ചപ്പോ, കൈപൊക്കണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ എല്ലാവരും പൊക്കിയില്ലേ? എന്ന മൂന്ന് സ്വഭാവം പറഞ്ഞ്, ഈ മൂന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക്. നാലാമത്തെ സ്വഭാവം ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും ഖുർആനിൽ അല്ലാഹു പറയാണ്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹ് നിങ്ങൾക്ക് തന്ന നിഅമത്തിന്ന് കുറച്ച് റബ്ബിന്റെ ദീനിക്ക് കൊടുക്കീൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരും. അങ്ങനെ കൊടുത്തെങ്കിലേ പരലോകത്തിൽ നല്ല സന്തോഷം ഉണ്ടാവും. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇപ്പൊ 4 സ്വഭാവം കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് ആ ഒരു സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തരട്ടെ. നാലാമത്തെ സ്വഭാവമാണ്, ഞാനിപ്പോ നേരത്തെ ഇവിടെ വന്നപ്പോ ഉസ്താദ് പറഞ്ഞ് ഈ കുർസെല്ലാം കാണിച്ചിട്ട് നിങ്ങൾ മുമ്പ് വന്നപ്പോ അന്ന് നിങ്ങൾ കളക്ഷൻ ആക്കിയ കുർസ് ഇത് എന്നറിഞ്ഞിട്ട് എനിക്ക് കണ്ടപ്പോ എന്തൊരു സന്തോഷായി. നോക്ക് എത്ര ചന്തത്തെ കുറിച്ചു. ഇത് നിങ്ങൾ തരുന്നെങ്കിൽ ഞാൻ മൂടുവിത്തിര എന്റെ ദർസിലേക്ക് കൊണ്ടുപോട്ടാന്ന് നോക്കി. ഞാൻ അത്തരം ചന്തമുണ്ട് ഈ കുറിച്ച്. നിങ്ങൾ തരാല്ല, നിനക്കറിയാം. ബാക്കിന്ന് രണ്ടാൾ ഇങ്ങനെ കുസുകുസാക്കുന്നത് നിങ്ങൾക്ക് തരാനാ, ഞങ്ങൾ ഇവിടെ എല്ലാം അടുത്തിനെ ഇത് നിങ്ങൾ തരാല്ല, നിനക്കറിയാം. എന്നാലും ഇതിന്റെ ചന്തം കാണുമ്പോൾ നമുക്കൊരു ആശാന്നല്ലേ, എന്ത് ചന്തത്തെ കുറിച്ചു. ചില സ്ഥലത്ത് ഇങ്ങനെ കുറിച്ച് വരുത്തേക്ക് ഒരു പേർക്ക് ഒരു കുറിച്ചു, ആ കുറിച്ച് വെച്ചെങ്കിൽ രണ്ടാൾ പടക്കാന്നോടെ വീണിട്ടായി ബാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തേ? ആ കുർസുക്കന്റെ പസകളല്ല. ഇവിടെ അൽഹംദുലില്ലാ നല്ല ഗട്ടിയുള്ള കുർസ് ഇപ്പാറും വീന്നറണ്ട, കുർസിന്റെ ബല ഇല്ലാതായി പോകും.
ഞാൻ പോയ പിന്നെ വീണ്ടെങ്കിൽ സാരല്ല. നല്ല കട്ടിയുള്ള കുർസ് കണ്ട അല്ലാഹുവേ, ആരെല്ലാമാണോ ഈ കുർസ് വാങ്ങാൻ അന്ന് സഹായിച്ചത് അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. അങ്ങനെ അള്ളാന്റെ ദീനിന് വേണ്ടി സഹായിക്കുക. ഇവിടെയും ഞാൻ വന്നപ്പോ പറഞ്ഞു നമുക്ക് ഒരു 2 ലക്ഷം രൂപ പൈസ വേണോ ഉസ്താദേ, എന്താ ചൊല്ലെങ്കിൽ ഞങ്ങൾക്ക് മദ്രസയിൽ ഒന്ന് ചന്താക്കണമെന്നൊരു ആശയുണ്ട്. ഞങ്ങളെ പുള്ളൊക്കെ പഠിക്കാൻ വേണ്ടി ബെഞ്ചും ഡെസ്കും ടേബിളും എല്ലാം വേണം, ഒന്ന് ഡിജിറ്റൽ ആക്കണോ, കുറച്ച് ചന്താക്കണോ, പിന്നെ ഇൻവേർട്ടർ വേണോ എന്നെല്ലാം ചൊല്ലി അല്ലേ. അപ്പോ ഈ പഞ്ചക്കല്ലിൽ അത് ചോദിച്ചാൽ കിട്ടും, അത്തര കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ ചൊല്ലെങ്കിൽ ഇത് നല്ല നാടാണ്, നല്ല ബറക്കത്തുള്ള നാടാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എണ്ണത്തില് കുറഞ്ഞ വീടുകൾ മാത്രമുള്ള ജമാഅത്താണെങ്കിലും വണ്ണത്തിൽ ആ ഓരോ വീടും 10 വീടുകളെ സ്ഥാനത്താണ്. അങ്ങനെയാണ്. ഒരു 50 പുര ഉണ്ടെങ്കിൽ 50 × 10 എത്രയായി? എന്താ മിണ്ടാത്ത? അങ്ങനെ അല്ലേ നല്ലേ? എത്രയായി? എത്രല്ല മോനെ? 50 × 10 അതന്നെ. ഇതാ ഓൻ പറയുന്ന തന്നെ. എത്ര പറയേ? 500 അല്ലേ? അങ്ങനല്ലേ? വലിയവർക്കാർക്കും കണക്കേ അറിയുന്നില്ല. അപ്പോ അതിനേക്കാളും ഉഷാറ് പുള്ളോ. അങ്ങനെയാണ്. അങ്ങനെ ഓരോ വീടിന്റെ വലിപ്പം അങ്ങനെയാണ്. ഞാനിപ്പോ എനിക്ക് ദൂരെ പോകാനുള്ളതാണ്, വാദ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാദ നിർത്തുന്നു. മുഅ്മിനീങ്ങളെ, ഈ ശഅബാനിലാണ് ഞാനും നിങ്ങളുമുള്ളത്. പരിശുദ്ധ റമളാനിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഒന്ന് നന്നാകാൻ തീരുമാനിക്കണേ, നന്നാകാൻ നോക്കണേ. ഈ സദസ്സിൽ വന്ന് കൂടിയതിന്റെ ബറക്കത്ത് കൊണ്ട് ഒന്ന് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഒരുങ്ങിക്കോ. എത്ര മഹാന്മാരാണ് ഒരു തീരുമാനത്തോടെയാണ് ഞാനും നിങ്ങളും ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. എന്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, നിങ്ങളെ മരണം എപ്പോഴാണെന്ന് നിങ്ങൾക്കും അറിയില്ല. അല്ലാഹുവേ, ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എങ്ങനെ മരിക്കണോ? മരിക്കണതിന് തൊട്ട് മുമ്പൊരു തൗബ ചെയ്യണോ, എന്നിട്ടതാ തൗബ ചെയ്തിട്ട് മരിക്കണം. ഓ, അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞില്ലേ, എപ്പോഴെല്ലാം തൗബ ചെയ്യണം? ദിവസം 2 നേരം തൗബ ചെയ്യണം. ഓ ഉമ്മമാരെ, നിങ്ങൾക്കൊരു രോഗം വന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളതാ ഡോക്ടറിന്റെ അരികിൽ പോയി, ഡോക്ടർ മരുന്ന് എഴുതി തന്നു. നിങ്ങൾ ആ മരുന്ന് കൊണ്ടുവന്നു. ദിവസം 2 നേരം കഴിക്കാൻ പറഞ്ഞു. എന്നാൽ നിങ്ങളത് നല്ല ശ്രദ്ധയോടുകൂടെ ആ ഗുളിക കഴിക്കാറില്ലേ? മരുന്ന് കഴിക്കാറില്ലേ? നിങ്ങൾ ഏടക്ക് പോകുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കൊണ്ടുപോകാറില്ലേ? നിങ്ങളത് നന്നായി ശ്രദ്ധിക്കാറില്ലേ? എന്നാൽ മഹാന്മാര് പറഞ്ഞു, ഓ ദിവസവും 2 നേരം തൗബ ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഒന്ന് സുബഹിക്ക് ഉണർന്നാൽ ആ പ്രഭാത സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ റബ്ബിനോട് തൗബ ചെയ്യണം. മറ്റൊന്ന് രാത്രിയായാൽ നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. ഈ 2 നേരം എല്ലാ ദിവസവും പടച്ച റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് നിങ്ങൾ തൗബ ചെയ്യണം. അങ്ങനെ നിങ്ങൾ തൗബക്കാരായാൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളതാ തൗബ ചെയ്തിട്ട് മരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് അവസരം തരുന്നു. നിങ്ങൾ തെറ്റ് ചെയ്തവരാണോ? ആ തൗബയിലൂടെ നിങ്ങളെ പാപം അല്ലാഹു മായ്ച്ചു കളയുന്നു. ഇനി ഒരു പക്ഷേ നിങ്ങൾ തെറ്റൊന്നും ചെയ്യാത്തവരാണോ? എന്നാലും നിങ്ങൾ ചെയ്തതിന്റെ ഏട്ടിൽ അവസാനം സീല് വെക്കുന്നത് തൗബ കൊണ്ടാണ് കേട്ടോ. അങ്ങനെയല്ലേ മഹാന്മാര് മരിക്കുമ്പോൾ കൊതിച്ചത്. ഞാനൊരു ചെറിയ ചരിത്രം ബറക്കത്തിന് വേണ്ടി പറഞ്ഞു ഞാൻ എന്റെ ഇന്നത്തെ വാദ നിർത്തുന്നു. ഇമാം അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ മരിക്കാൻ കിടക്കുകയാണ്. ആ മരിക്കാൻ കിടക്കുമ്പോൾ ബക്കാ ബുകാഅൻ ശദീദാ,
നന്നായി അങ്ങ് കരയാൻ തുടങ്ങി. അടുത്തു നിൽക്കുന്ന ആളുകൾ ചോദിച്ചു, മായുബകി, അല്ലയോ അലാ ഇബ്നു സിയാദ് തങ്ങളെ, എന്തിനാണ് നിങ്ങൾ ഈ സമയം കരയണത്? നിങ്ങൾ മരിക്കാൻ കിടക്കുകയാണല്ലോ. ഈ മരിക്കാൻ കിടക്കണ സമയത്ത് എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഉടനെ അലാ ഇബ്നു സിയാദ് തങ്ങൾ പറയാണ്, കുന്തു വല്ലാഹി ഉഹിബ്ബു അൻ അസ്തഖ്ബിലൽ മൗത ബിതൗബ. ഓ ജനങ്ങളെ, ഞാനിതാ മരിക്കാൻ കിടക്കുകയാണല്ലോ. ആ മരിക്കണതിന് മുമ്പ് ഒന്ന് തൗബ ചെയ്തിട്ട് മരിക്കണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഉടനെ കൂട്ടുകാര് പറഞ്ഞു, ഫഫഅൽ റഹിമകല്ലാഹ്, ആയിക്കോട്ടെ, നിങ്ങൾ തൗബ ചെയ്യൂ. നിങ്ങളിപ്പോ മരിക്കാൻ കിടക്കുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് തൗബ ചെയ്യൂ. അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫദഅ ബിതഹൂർ, ആളുകളോട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആളുകൾ അതാ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. ഓ കാരണവന്മാര്, ഓ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കള്, മറക്കപ്പുറത്തിരുന്ന് വാല കേൾക്കുന്ന ഉമ്മമാര്, ഈമാനുള്ള എന്റെ അനുജത്തിമാര്, അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു മഹാനവരുകളെ വിടുന്നതാ വേഗമങ്ങ് ഉളൂവെടുത്തു. പുതിയ വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടി കൂടെയുള്ളവരോട് പറഞ്ഞു. കൂടെയുള്ളവർ പുതിയ കുപ്പായം കൊണ്ടുവന്നു കൊടുത്തു. അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു ആ പുതിയ കുപ്പായം ധരിച്ചു. എന്നിട്ടതാ സുമ്മസ്തഖ്ബലൽ ഖിബ്ല, പിന്നെ മഹാനവരുകളെ ഖിബ്ലയിലേക്ക് അങ്ങ് മുന്നിട്ടു. എന്നിട്ടതാ മഹാനവരുകൾ തൗബ ചെയ്യുന്നു. അതാണ് അവസാനം മഹാനവരുകൾ തൗബ ചെയ്തത്. പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ സുമ്മൽ ത്വജഅ, മഹാനവരുകൾ അങ്ങ് കിടന്നു കൊടുത്തു. വമാത അലാ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. വഫാത്തായി പോയി, മരണപ്പെട്ടുപോയി. ഓ ഈമാനുള്ള ജനങ്ങളെ, സത്യവിശ്വാസികൾ കൊതിക്കുന്ന മരണം ഇതുപോലത്തെ മരണമാണല്ലോ. അങ്ങനെ മരിക്കണതിന് തൊട്ടു മുമ്പ് തൗബ ചെയ്ത് മരിക്കണം. അതിന് ഈ സദസ്സ് കാരണമാകണം. അതിന് ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനമെടുക്കണം. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ എന്നും ഒരു 2 നേരം തൗബ ചെയ്യാതിരിക്കില്ല. ഒന്ന് സുബ്ഹിയുടെ നേരമാണ്, മറ്റൊന്ന് രാത്രി സമയമാണ്. ആ തീരുമാനത്തോടെയാകണം ഞാനും നിങ്ങളും ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. ഇനി എത്ര ആയുസ് നമുക്കുണ്ടെന്ന് ആർക്കും അറിയില്ല. നേരത്തെ പോയി കിടക്കേണ്ടവർ കിടന്നു കൊടുത്തു. ഇനി ഞാനും നിങ്ങളുമാണ് ബാക്കി. അതുകൊണ്ടൊരു തീരുമാനമെടുത്തോ. റമളാൻ വരാൻ പോവുകയാണ്. തൗബയുടെ മാസമാണ്. പാപങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ്. അത് ഇവിടുന്ന് അങ്ങ് തുടങ്ങിക്കോ. ശഅബാനിൽ തന്നെ ഓ ഉമ്മമാരെ, എന്നും 2 നേരം തൗബ ചെയ്യൂ. ഒന്ന് സുബ്ഹിക്ക് ശേഷം, മറ്റൊന്ന് രാത്രി സമയം. എങ്കിലതാ മരിക്കണതിന് തൊട്ടു മുമ്പ് നമുക്ക് തൗബക്ക് അവസരമുണ്ടാകും. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ എവിടുന്ന് മരിക്കുകയാണെങ്കിലും ആ മരിക്കണതിന് തൊട്ട് മുമ്പ് അവസാനം ഒരു തൗബ ചെയ്യാനുള്ള ചാൻസ് നീ ഞങ്ങളെ ജീവിതകാലത്ത് തന്നേക്കണേ അല്ലാഹ്. അതിനു മുമ്പ് നീ ഞങ്ങളാരെയും നിന്നിലേക്ക് മടക്കി വിളിക്കല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങളെല്ലാവരും വേഗം നിങ്ങളെ കൊണ്ട് കഴിയണ വിധത്തിൽ ഒരു ഈ നമ്മളെ മദ്രസ നല്ല മദ്രസയാണ്. 2 നിലയുള്ള ബിൽഡിംഗ് ആണ്. അപ്പൊ അത് നമുക്കൊന്ന് കുറച്ച് മൊഞ്ചു കൂട്ടണം.
ഇൻഷാ അല്ലാ നമ്മുടെ സ്പീക്കർ UT ഖാദർ സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇവിടെ എത്തും. അതുപോലെ അഷ്അരിയ സഖാഫി ഉസ്താദ് ഇൻഷാ അല്ലാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഉസ്താദും ഇവിടെ നന്നായി വഅദ് പറയും. എനിക്ക് കുറച്ച് വേഗം ചില വിഷയങ്ങൾ അങ്ങനെയല്ല ഉണ്ടാവുക, വേഗം പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് പോകാനുള്ളത് കൊണ്ടാണ് ഞാൻ വേഗം ഇറങ്ങുന്നത്. ഞാൻ പോകുന്ന കാര്യം ഫതഹായി കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഒരു ദീർഘയാത്ര കഴിഞ്ഞിട്ടാണ് അവിടെ ഞാൻ എത്തേണ്ടത്. യാത്രയിലും ബർക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് അടുത്ത വാദിന് തിരിച്ച് നാട്ടിലെത്തും വേണം. അതിനും നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാ നമ്മളെ ഈ പള്ളിക്ക് മദ്രസക്ക് അൽഹംദുലില്ലാഹ് നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട കൂറത്തങ്ങളും പാപ്പാന്റെ നേതൃത്വമാണ് ഇവിടെ. അല്ലാഹു മഹാനവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. മഹാനവരുകൾ ഇവിടെ പള്ളി ആകുമ്പോ ഇതിന്റെ ഓരോ വിഷയത്തിനും ബഹുമാനപ്പെട്ട തങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരുന്നു എന്നാണ് ഞാൻ നേരത്തെ അറിഞ്ഞത്. അല്ലാഹുവേ നീ ആ ഖബറിൽ വലിയ സന്തോഷം കൊടുക്കണം റഹ്മാനെ. അപ്പൊ ഞങ്ങളെ ഈ മദ്രസ അതൊന്ന് മൊഞ്ചു കൂട്ടണം, ഒന്ന് ഡിജിറ്റൽ ആക്കണം. കുറച്ച് പിന്നെ ഡെസ്കും ബെഞ്ചും ഒക്കെ എടുക്കണം. ഇൻവേർട്ടർ വേണം. അതിനൊരു 2 ലക്ഷം ഒരു ബജറ്റ് ഇവർ പിന്നെ ഇവിടെ നേരത്തെ എന്നോട് ഉസ്താദ് പറഞ്ഞു. നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ അത് വേഗം നടക്കും. അതിനൊരു കുറവുണ്ടാവില്ല. അതിനാദ്യം കുറച്ചാളൊരു 10,000 രൂപ തരണം. പ്രധാനപ്പെട്ട നമ്മളെ പ്രസിഡന്റ് നാളത്തെ നമ്മളെ പരിപാടിന്റെ ശീലനി അല്ലേ പ്രസിഡന്റ് വകയിലാണ്, സുലൈമാൻ ചാന്റെ വകയിൽ. അല്ലാഹുവേ നീ അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങൾ ഈ പള്ളിക്കും ഒരു ആജിയാരാണ് സ്ഥലം കൊടുത്തത് എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ധാരാളം ഖൈർ നൽകട്ടെ. അങ്ങനെ ഈ നാട്ടുകാര്, ഇവിടുത്തെ പഞ്ചക്കൽ ജമാഅത്ത് കമ്മിറ്റിക്കാര് ഒക്കെ ദീനിനോട് സഹകരിക്കണവരാണ്. അല്ലാഹുവേ നീ അവരെ എല്ലാം ഏറ്റെടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മരിച്ച ഉമ്മാന്റെ പേരിൽ ബാപ്പാന്റെ പേരിൽ ഒരാദ്യത്തെ ഒരു ബോണി, ഒരു തുടക്കം, ഒരു 10,000 രൂപ മരിച്ചുപോയവരെ പേരിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ നാട്ടിലെ മദ്രസയല്ലേ, അത് ഞമന്നല്ലേ കൊടുക്കേണ്ടത്, പുറത്തുള്ള ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് ഒരു തുടക്കം കുറിക്കണ ആരെങ്കിലും ഒരാളുണ്ടോ? ഒരു 10,000 രൂപ. എനിക്ക് എല്ലായിടത്തും കേൾക്കണ പോലെ ഇന്നിവിടെ കേൾക്കാൻ പ്രയാസമാണ്, കാരണം എനിക്ക് വേഗം പോകാനുള്ളതുകൊണ്ട്. നിങ്ങൾ വേഗം സഹകരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ 2 ലക്ഷം രൂപ വേഗം നമുക്ക് ആക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ ഒരു തുടക്കം കുറിക്കുമോ? ബിസ്മില്ലാ. നല്ല നിയത്തോടുകൂടെ ഒരു 10,000 രൂപ ഞങ്ങൾ ഈ മദ്രസക്ക് വേണ്ടി ഒന്ന് നല്ല ഭംഗിയാക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് മദ്രസക്ക് കൊടുത്തത് ഏടുക്കും പോവില്ല, നഷ്ടപ്പെടൂല, ഉറപ്പാണ്. അതിലൊരു സംശയവും വേണ്ട. ആരാ ഒരു തുടക്കം കുറിക്കുക? മരിച്ച ഉമ്മാന്റെ പേരിലോ ബാപ്പാന്റെ പേരിലോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നാളെ മരിച്ചിട്ട് കബറിൽ കിടക്കുമ്പോ നിങ്ങൾക്ക് കബറിൽ വലിയ സന്തോഷം കിട്ടാൻ എക്കാലത്തും ഒരു ജാരിയായ സ്വതക്കല്ലേ ഈ മദ്രസക്കെല്ലാം കൊടുക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു തുടക്കം കുറിക്കണ ഒരു നല്ല മനുഷ്യനുണ്ട്. ഒരു 10,000 രൂപ ഒരു തുടക്കം കുറിക്കണം. ആരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ഒരു നാട്ടില് ഒരു 10,000 രൂപ കൊടുക്കാൻ പറ്റാത്തവര്, പറ്റുന്ന ആളുകൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു തുടക്കം കുറിക്കണേ ഒരു നല്ല സഹോദരൻ ആരെങ്കിലും ഉണ്ടോ? നല്ല നിയത്തോടുകൂടെ. അല്ലാഹു എല്ലാവർക്കും അതിന് ഭാഗ്യവും കിട്ടൂല. അത് അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു നല്ല അവസരം കൊടുക്കും. അങ്ങനെ ഒരു തുടക്കം കുറിക്കണ ഒരു നല്ല മനുഷ്യനുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാജി അധ്യക്ഷർ അങ്ങനെയാണ്. മാജി ചില മാജി അധ്യക്ഷന്മാർ തൊള്ളന്നെ തുറക്കുന്നില്ല. കമ്മിറ്റി ഇപ്പൊ വേറെ ആളല്ലേ എന്നറിഞ്ഞിട്ട് നമ്മള് നല്ല എന്താണ് പേര്? ഇപ്പോഴത്തെ പ്രശ്നം സുലൈമാൻ ചാൻ ഇച്ചാണ്. എന്താ പേര്? അദ്രാമാൻ ചാ. അൽഹംദുലില്ലാഹ്. അദ്രാഞ്ച ചൊല്ലിയും പിന്നെ മാജി പ്രസിഡന്റ് ചൊല്ലിയും പിന്നെ ഇപ്പത്തെ പ്രസിഡന്റ് ഏതായാലും ചൊല്ലണം അതിന്റെ അർത്ഥം. അപ്പൊ ഞങ്ങളെ മാജി പ്രസിഡന്റ് അദ്രാഞ്ചാന്റെ വകയില് അൽഹംദുലില്ലാഹ് 10,000 രൂപ റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഉമ്മ ഒപ്പല്ലുണ്ടാ? ജീവിച്ചിരിപ്പുണ്ടാ? മരിച്ചല്ലേ? അല്ലാഹ് അദ്രാഞ്ചാന്റെ ഉമ്മയും ബാപ്പയും മരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരിലേക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയ ഖബറാക്കണേ അല്ലാഹ്. അതുപോലെ ഭാര്യ ഡയാലിസിസ് ചെയ്യപ്പെടുകയാണ്. അല്ലാഹുവേ അബ്ദുറഹ്മാൻ ചാന്റെ ഭാര്യക്ക് നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ബിജാഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു 10,000 രൂപ കൂടി പറയോ? സുലൈമാൻ ചാ പറയില്ലേ? ഓക്കേ അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മൂപ്പർക്ക് വിഷമൊന്നും ഉണ്ടാവില്ല. മൂപ്പർക്ക് വിഷമൊന്നും ഉണ്ടാവില്ല. അല്ലാഹു
ഞങ്ങളെ പ്രസിഡന്റ് സുലൈമാൻ ഷാ അയാളെ വകയിലാണ് നാളത്തെ ശീർണി മൊത്തം. അതിന് പുറമെ ഇപ്പോ ഞങ്ങളെ മദ്രസക്കും ഒരു 10,000 രൂപ ഇൻഷാ അല്ലാഹ്. മോളും മരുമോനൊക്കെ അജ്മീറിന് പോവാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട സുലൈമാൻ ഷാന്റെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഹളറാത്തിലേക്ക് അതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയ ഖബറാക്കണേ അല്ലാഹ്. മകളും മരുമകനൊക്കെ അജ്മീറിന് പോവാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ദർബാറിലേക്ക് എല്ലാ സന്തോഷത്തോടെ നീ എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ശരിയ സഖാഫി ഉസ്താദ് ഞങ്ങളുടെ സദസ്സിലെത്തി സ്റ്റേജിൽ വരുന്നു. അല്ലാഹു അക്ബർ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഉസ്താദിന്റെ നല്ല സംസാരം പ്രസംഗം ഇവിടെ നടക്കും ഈ പരിസരത്തൊക്കെ. അപ്പൊ എന്തിനും ഓടിയെത്തുന്ന ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശരിയ സഖാഫി ഉസ്താദ്. ദാറുൽ ശരിയ എന്ന മഹത്തായ സ്ഥാപനം അതിനേറ്റവും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നു. അതോടൊപ്പം നമ്മുടെ സംഘടനയ്ക്ക് പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നു, ഇടപെടുന്നു. അതിനു പുറമെ ഈ പരിസരങ്ങളിൽ എവിടെ എന്ത് വിഷയത്തിനും എപ്പോ വിളിച്ചാലും അത് പെട്ടെന്ന് വിളിച്ചാലും ബഹുമാനപ്പെട്ട ശരിയ സഖാഫി ഉസ്താദ് ഓടിയെത്താറുണ്ട്. അല്ലാഹുവേ, നീ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എല്ലാവിധ ഷർറുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ പദ്ധതികൾ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. വലിയ ബറക്കത്ത് ഉസ്താദിനും കുടുംബത്തിനും നീ നൽകണേ അല്ലാഹ്. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഒരു സഹോദരന്റെ ഭാര്യ, ആ ഭാര്യക്ക് എപ്പോ നോക്കിയാലും ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, എന്ത് വിഷയമാണോ, രോഗമാണോ, നീ ശിഫാ ചെയ്യണേ അല്ലാഹ്. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, ആ ശർറുകൾ മുഴുവനും നീ ബാത്തിലാക്കണേ അല്ലാഹ്. നീ നല്ല റാഹത്ത് നീ അവർക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. പ്രത്യേകം ദുആ ചെയ്യാണ്. രണ്ടാളായി ഇനി ആരെങ്കിലും ഒരാളും കൂടി ഉണ്ട്, ഒരു 3 വർത്തിയാക്കാൻ നമുക്കൊരു 10ന്റെ ആള് നല്ല നിയത്തോടുകൂടെ മരിച്ച ഉപ്പാനെ ഒന്ന് ഖബറിൽ സന്തോഷിപ്പിക്കാൻ നല്ലൊരു അവസരല്ലേ, അല്ലെ ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ ഒരു നല്ല അവസരം. ആരെങ്കിലും ഉണ്ടോ ഒരു 10,000 തരാൻ പറ്റിയ? ഉണ്ടോ? വേണ്ട. ഒരു 5,000 തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഒരു ഉദ്ഘാടനം 10. അൽഹംദുലില്ലാ. 1 2 ഖുലു തക്ബീർ. അതാ 2 സഹോദരന്മാർ. ഞങ്ങളെ പള്ളിക്ക് സ്ഥലം കൊടുത്ത ആചാര്യ മോനാണ് അൻസാർ എന്നവർ 5,000 രൂപ. പിന്നെ ഒരാളെന്ത് അസ്ലം എന്ന് പറയുന്നവർ ഈ വർഷം ഉപ്പാനെയും കൂട്ടിയിട്ട് ഹജ്ജിന് പോകുന്നവരാണ്. അവ 2 പേരായി. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ അവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറായ ഹജ്ജ് ഉംറ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള വലിയ ഹല്ല് നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചവരിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. അവ 2 ആള് 5,000 പോലെയായി. അപ്പൊ 30,000 ആയി. ഇനി ആരെങ്കിലും ഉണ്ടോ? കുറച്ചാളുകളും കൂടി ഒരു 5,000 രൂപ നല്ല നിയത്തോടെ പറഞ്ഞാൽ അല്ലാഹു വലിയ സന്തോഷം തരും. ബിസ്മില്ലാ. മരിച്ചവരെ ഈ സദസ്സിൽ വെച്ച് ഓർക്കാലോ. ഒരു 5,000 രൂപ ഇൻഷാ അല്ലാഹ് ഈ മദ്രസന്റെ പണിക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ ഞങ്ങളെ കുട്ടികൾക്ക് ഒരു ഇൻവേർട്ടർ വാങ്ങാനും ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ പിള്ളേർക്ക് ഒരു പിന്നെ എന്ത് വാങ്ങാൻ ബെഞ്ചും ഡെസ്ക് എല്ലാം ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഉണ്ടോ? ഞങ്ങളെ ഈ നാടാണ്, ഞങ്ങൾ ബഷീർ മദനി ഉസ്താദിന്റെ നാടാണിത്. എന്താ ഇതേ ജമാഅത്തുമാണ്. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അല്ലാഹുവേ, 5,000 രൂപ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ബഷീർ മദനി ഉസ്താദിനും ഉസ്താദിന്റെ ഭാര്യക്കും മക്കൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. ഫസൽ മീഡിയയാണ് ഈ ലൈവ്. അതിൽ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നും ഒരുപാട് ആളുകൾ പരിപാടികളൊക്കെ വ്യത്യസ്തമായ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ആര്? ഹനീഫ് മദക്ക എന്ന സഹോദരൻ ഒരു 5,000 രൂപ. അല്ലാഹുവേ, അവരിൽ നിന്ന് മരിച്ചവരിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. ഈ മുഅ്മിനീങ്ങൾ എന്ത് നിയത്ത് വെച്ചിട്ടാണോ, നല്ലൊരു മാസമാണ് ശഅബാൻ, നല്ലൊരു സംരംഭത്തിനാണ് കൊടുക്കുന്നത്, ഈ മുഅ്മിനീങ്ങളെ ഖൈറായ നിയത്ത് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. നല്ലൊരു നിയത്ത് മനസ്സിൽ കരുതൂ, അല്ലാഹു അത് സാധിപ്പിച്ചു തരും ഈ കൊടുക്കണ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട്. അങ്ങനെയാണല്ലോ. ഇനി ആരുണ്ട്? 5,000 രൂപ. ബിസ്മില്ലാ. വേഗം പറയണം. നല്ല നിയത്തോട് നമ്മളെ സിദ്ദീഖിച്ച മരിച്ച ഉമ്മാന്റെ പേരിൽ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. ഒരു 5,000 രൂപ. അല്ലാഹുവേ, ആ ഉമ്മാന്റെ ഹദറത്തിലേക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ബാപ്പാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ആരാണ്? വേഗം. മോനാക്ക സജിപ്പ ഒരു 5,000 രൂപ. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മോനാക്കാന്റെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും
മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പാന്റെ പേരിലാണ്. റബ്ബേ നീ അവരിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബത്തിനും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഇനി ആരാ? ബിസ്മില്ലാ. നല്ല നിയത്ത് വെച്ചിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് നടക്കേണ്ടതുണ്ടാകും. അത് നടന്നു കിട്ടാൻ വേണ്ടി കരുതാ. അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നീങ്ങേണ്ടതുണ്ടാകും. അത് നീങ്ങി കിട്ടാൻ വേണ്ടി കരുതാ. അങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് വലിയ ഫലം ഉണ്ടാവും. ചെറിയ ഫലമൊന്നുമല്ല. അങ്ങനെയാണ്. അല്ലാഹു തആല നല്ല ഫലം തരും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. നിയത്തിനനുസരിച്ച് കരുത്തിനനുസരിച്ച് നല്ല പ്രതിഫലമാണല്ലോ. ബിസ്മില്ലാ. ഇനി ആരാ? ഒരു 5000 രൂപ. നേരത്തെ നമ്മൾ ഭക്ഷണിക്കാൻ പോയ വീട്ടിലെ 3 സഹോദരങ്ങൾ കൂടിയിട്ട് ഒരു 5000 രൂപ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അവരിൽ നിന്ന് 10,000. ശരി. ഞാൻ കരുതി 3 ആളും കൂടിയിട്ട് 5 വീതം, അപ്പൊ 15,000 രൂപ. അങ്ങനെയാണല്ലോ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അപ്പൊ 10,000 രൂപ. അല്ലാഹുവേ 3 സഹോദരങ്ങൾ കൂടിയിട്ട് അൽഹംദുലില്ലാ 10,000 രൂപ. നല്ല സംഭാവനയാണ്. അല്ലാഹുവേ ജീവിച്ചിരിപ്പുള്ള അവരുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അവർക്കും അവരുടെ കുടുംബത്തിനും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. റബ്ബേ നേരത്തെ പറഞ്ഞ ആ വീട്ടിലെ ഒരു സഹോദരി അല്ലാഹ് വയറുവേദന, തലവേദന, എന്ത് ബുദ്ധിമുട്ട് ആ സഹോദരിയുടെ ദേഹത്തുണ്ടോ ഈ കൊടുക്കുന്ന സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് അത് നീക്കി കൊടുക്കണേ അല്ലാ. നല്ല റാഹത്ത് നൽകണേ അല്ലാ. ആശ്വാസം നൽകണേ അല്ലാ. ഇനി ഇൻഷാ അല്ലാഹ് ഇനി ആരാ? കുറച്ചാളുകളും കൂടി ശേഖരിച്ചാൽ ഇൻഷാ അല്ലാഹ് വേഗം നമുക്കത് ക്ലിയർ ആക്കാം. ഒരു 5000 രൂപ കൂടി അല്ലേ? അൽഹംദുലില്ലാ. അത് ബേക്കുന്ന ഒരു റഹീം അല്ലാ, ബാപ്പയും സഹോദരിയും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ ഹളറത്തിലേക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇത് ഏറ്റെടുത്ത ആ സഹോദരനും കുടുംബത്തിനും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. എല്ലാവിധ ആഫത്തുനിന്ന് കാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും എല്ലാവിധ ആഫത്ത്, ബലാ, മുസീബത്തുനിന്ന് കാക്കണേ അല്ലാ. എല്ലാ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഇനി ആരാ? റബ്ബേ എന്ത് ഖൈറായ നിയത്ത് വെച്ചിട്ട് ഏറ്റെടുക്കുന്നുണ്ടോ അവരെ നിയത്ത് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഇനി ഉണ്ടോ? കുറച്ചാളും കൂടി ഉണ്ട്. ബിസ്മില്ലാ. ഒരു 5000 രൂപ വേഗം പറഞ്ഞാലേ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താണ്. ഒരു 5000 രൂപ കൂടി, ഒരു 5000 രൂപ. കുറച്ചാളുകളും കൂടിയുണ്ട്. ബിസ്മില്ലാ. നല്ല നിയത്തോടു കൂടി ഏറ്റെടുക്കുക. അല്ലാഹു അത് റായത്താക്കി തരും. ഉണ്ടോ? ഇത്ര ആള് മാത്രമാണോ? ഇനി ഉണ്ടാവും, കുറച്ചാളുണ്ടാവുമല്ലോ. ഒരു 5000 രൂപ നമുക്കത് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ മനസ്സുണ്ടായാല് അത് കൊടുക്കാനുള്ള വഴി അല്ലാഹു നമുക്ക് തുറന്നു തരും. തീർച്ചയായിട്ടും തുറന്നു തരും ഇൻഷാ അല്ലാഹ്. ഇല്ലാന്ന് കരുതിയിട്ട് എന്താക്കണ്ട, ഏറ്റെടുക്കാതിരിക്കണ്ട. അത് കൊടുക്കാനുള്ള പിന്നെ മനസ്സ് അല്ലാഹു എളുപ്പം പിന്നെ നമുക്കുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള വഴി അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരും, തുറന്നു തരും ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? അതാ നിങ്ങൾ നോക്കി ഉസ്താദ് പറയുന്നത് ചെറിയ പെരുന്നാൾക്ക് മുമ്പായിട്ട് കിട്ടിയാൽ മതി. അപ്പൊ റമദാനൊക്കെ അവസാനിക്കണ മുമ്പ് ആ സമയത്ത് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. നല്ല സമയമുണ്ടല്ലോ. അല്ലാഹു അതിന്റെ വഴി എളുപ്പമാക്കി തരട്ടെ. ബഷീർ മദനി ഉസ്താദിന്റെ ജ്യേഷ്ഠൻ ഇസ്മായിൽ മദനി 5000 രൂപ. അയാൾ റായതേമാ. അല്ലാഹുവേ നീ എല്ലാവരും വിളിക്കുമ്പോൾ സെറ്റ് ആയറണ്ടല്ലേ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ അവർക്കും കുടുംബത്തിനും സന്തോഷം നൽകണേ അല്ലാ. എന്ത് നിയത്തുണ്ടോ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ ഇൻഷാ അല്ലാഹ്. ഇനി ആരെ? അല്ലാ റസാഖ് സൂരിക്കുമേൽ 3 പെൺമക്കളാണ്. 2 പെൺമക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുട്ടി ഉണ്ട്. അല്ലാഹുവേ നീ ആ മക്കൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. 5000 രൂപ ഏറ്റു നീ സന്തോഷം നൽകണേ അല്ലാ. അദ്ദേഹം എന്ത് നിയത്ത് വെച്ചിട്ടാണോ ഏറ്റെടുത്തത് നീ അത് ഭംഗിയായ നിലക്ക് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരിൽ നിന്ന് മരിച്ചവരിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാ. ഇനിയുണ്ടാ? അല്ലാഹ് അബൂബക്കർ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാനും അയാൾക്ക് ആഫിയത്തിന് ദുആ ചെയ്യാൻ 5000 രൂപ. അല്ലാഹുവേ നീ ആ മാതാപിതാക്കളുടെ ഹളറത്തിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അബൂബക്കർ ചാക്ക് നീ നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇവിടുത്തെ SOSന്റെ പ്രവർത്തകരെല്ലാരും ചേർന്ന് അൽഹംദുലില്ലാ ഒരു 5000 രൂപ. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ആ പ്രവർത്തകർക്കൊക്കെ നീ വലിയ സന്തോഷം നൽകണേ അല്ലാ. എല്ലാവിധ ആഫത്തുകളിൽ നിന്ന് നീ അവരെ കാക്കണേ അല്ലാ. എല്ലാം കൊണ്ട് നീ അവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. ബിജാഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? ഇനി ഉണ്ടോ? കുറച്ചാളുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. നവാസ് എന്ന സഹോദരൻ 5000 രൂപ. അല്ലാഹുവേ
അയാളുടെ ആരോഗ്യത്തിന് നീ നല്ല ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അയാൾക്കും ഭാര്യ മക്കൾക്കും നീ സന്തോഷം നൽകണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണേ അല്ലാ, മരിച്ചവർക്ക് നീ അതിന്റെ സന്തോഷം എത്തിക്കണേ അല്ലാ. ഈ നാട്ടുകാരെ പ്രവാസികളായിട്ടുള്ളവർ ലൈവായി പരിപാടി വീക്ഷിക്കുന്നുണ്ടാകും. ഇൻഷാ അല്ലാഹ് അവർക്കും ഏറ്റെടുക്കാനുള്ള അവസരമാണ്. ഫയാസ്, അവര് SSFന്റെ ഫയാസ് മുസ്ലിം മദനിയാണ്. ഇപ്രാവശ്യം അല്ലെ സനത് വാങ്ങും അല്ലെ ഇൻഷാ അല്ലാഹ്. ഇവിടുത്തെ SSFന്റെ യൂണിറ്റ് പഞ്ചക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ആണ്. അല്ലാഹ് അവരെ കുടുംബം ഫാമിലി ചേർന്നുകൊണ്ട് ഒരു 5000 രൂപ അല്ലാഹുവേ നീ അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. ഇതിനോട് ആരൊക്കെ അവരവരെ കഴിവിന്റെ തോതനുസരിച്ച് ശേഖരിക്കുന്നുണ്ടോ അവർക്ക് വലിയ അത്ഭുതം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ഇനി ആരാ? റിയാസ് സാലത്തൂർ ബിസിനസ് നടത്തുന്ന ആളാണ്. റിയാസ് സാലത്തൂർ ഒരു 5000 രൂപ അല്ലാഹുവേ എന്ത് ബിസിനസ് ആണോ നിനക്കറിയാമല്ലോ റബ്ബേ, അയാളെ ബിസിനസ്സിൽ നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, നല്ല ഉയർച്ച നൽകണേ അല്ലാഹ്. ഫാറൂഖ് കിന്യ എന്ന സഹോദരൻ 5000 രൂപ അല്ലാഹുവേ അല്ലാഹുവേ ഉമ്മയും ബാപ്പയും മരണപ്പെട്ടിട്ടുണ്ട്, അവരിലേക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അയാൾക്കും ഭാര്യക്കും അമ്മായിക്കും അമ്മായിമാക്കും കാക്കക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പുതിയ വീടെല്ലാം എടുത്തിട്ടുണ്ട്, ആ വീട്ടിൽ നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ് ബിജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയുണ്ടാ ഒരു 5000 രൂപ? അൻസാറി എന്ന സഹോദരൻ ഒരു 3313 രൂപ അല്ലാഹുവേ ആ അൻസാറി എന്ത് നിയത്ത് വെച്ചിട്ടാണോ ഏറ്റെടുക്കുന്നത് നീ ആ നിയത്ത് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഇനിയുണ്ട് ആരെങ്കിലും ഉണ്ടോ ഒരു 5000 രൂപ തരാൻ പറ്റിയവര്? അല്ലേ കഴിഞ്ഞു. അപ്പൊ ഇൻഷാ അല്ലാഹ് അതാ ബഷീർ മൂപ്പർക്ക് എല്ലാ ട്രിക്സ് ലൈവിൽ കണ്ടിട്ട് കാണാതെ പഠിച്ചില്ല. സിദ്ദീഖ് ബോംബെ, ഓൺലൈനിൽ നിന്ന് ബോംബെ സിദ്ദീഖ് എന്നവർ 2000 രൂപ. അപ്പൊ 2000 കൊടുക്കാൻ കുറച്ച് ആളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, അവരെ നിയത്ത് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആയിക്കോട്ടെ 10000 പ്രയാസാണ്, 5000 പ്രയാസാണ്. ഉസ്താദേ ഞാൻ ഒരു 2000 രൂപയെങ്കിലും ഞാൻ കൊടുക്കാം ഉസ്താദേ എന്ന് പറയുന്ന കുറെ ആളുണ്ടാവുമല്ലോ. ആരാ? അൽഹംദുലില്ലാ, അതാ അയാൾ പറഞ്ഞ ശരി തന്നെയാ. അതാ എന്താ 2000 നന്ദിമാർ അഷ്റഫ് എന്ന സഹോദരൻ. ബാപ്പ മരിച്ചു, അയാൾ കൃഷി നടത്തുന്ന ആളാണ്. അല്ലാഹുവേ ആ ബാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അയാളെ കൃഷിയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇനാരെ അഷ്റഫ് ഭായിന്റെ കൂടെ ഒരു 2000. ഞങ്ങളെ പള്ളിയുടെ സെക്രട്ടറി ബഷീർ എന്നവർ ബാപ്പാന്റെ ആണ്ടിന്റെ സമയമാണ് ഈ മാസം. അല്ലാഹുവേ 3000 രൂപ ഏറ്റെടുത്തു, നീ ആ ബാപ്പാന്റെ ഹളറത്തിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്, ബാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ബാപ്പ മരിച്ചു. സിദ്ദീഖ് ബോംബെ നേരത്തെ പറഞ്ഞത് ബാപ്പ മരിച്ചു, ആ മരിച്ച ബാപ്പാന്റെ പേരിലും ഉമ്മാന്റെ ആഫിയത്തിനും അല്ലാഹുവിനെ ആ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ, ഉമ്മാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. മക്കളൊക്കെ പരീക്ഷ എഴുതുകയാണ്, SSLC അടക്കം, അതിലൊക്കെ നല്ല വിജയം നൽകണേ അല്ലാഹ്, നല്ല മാർക്ക് നേടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. 2000 പറയാൻ പറ്റും? ഇബ്രാഹിച്ച മരിച്ച ഉമ്മ ബാപ്പാന്റെ പേരിൽ മകളെ സുഖപ്രസവത്തിന് 3313 അല്ലാഹുവേ നീ ആ ഉമ്മ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, മകൾക്ക് നീ നല്ല സുഖപ്രസവം നൽകണേ അല്ലാഹ്. അത് അവിടെ ഒരു സഹോദരൻ 2000 രൂപ. അബ്ബാസ് അല്ലേ? അബ്ബാസ് ആണാ? അബ്ബാസ് അല്ലേ? അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, മരിച്ചവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. ഇനി ആരുണ്ട്? ഒരു 2000 രൂപ പോലെ അൽഹംദുലില്ലാ. അവിടെ അബ്ദുള്ള ആരും പെണ്ണുമക്കളാണ് അല്ലേ? ആ സന്തോഷം മൂപ്പരെ മുഖത്തുണ്ട്, എന്തൊരു സന്തോഷാണ് അല്ലേ? അൽഹംദുലില്ലാ. 2000 രൂപ അല്ലാഹുവേ ആ മക്കളിലൊക്കെ നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാ. ഒരു 2000 രൂപ കുറച്ചല്ലേ? ബിസ്മില്ലാ. നമ്മള് പഞ്ചിക്കൽ ഫ്രണ്ട്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അൽഹംദുലില്ലാ, അവരെ വകയിൽ ഒരു 5000 രൂപ അൽഹംദുലില്ലാ. അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, അവർക്കും അവരുടെ കുടുംബത്തിനും ഫാമിലിക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, അവരിൽ നിന്ന് മരിച്ചവരിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്.
കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഹാഫിദ് അനസ് എന്നവരെ പേരിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ലത്തീഫി എന്നവര് ഒരു 2000 രൂപ. അല്ലാഹുവേ, അയാള് ഹാഫിദ് അനസ് എന്തൊരു ഭാഗ്യവാനാണ്. കാരണം അയാളെ ജനാസ നിസ്കാരക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദ് ഒക്കെ ആഗ്രഹിച്ചിരുന്നു. സുൽത്താനുൽ ഉലമയുടെ ജീവിതകാലത്ത് മരിക്കണം, എന്നാൽ അവരെ നേതൃത്വം കിട്ടുമല്ലോ മയ്യത്ത് നിസ്കാരത്തിന്. ആ ഭാഗ്യമാണ് ഹാഫിദ് അനസിന് കിട്ടിയത്. അല്ലാഹുവേ, അവരെ ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ജീവിതകാലത്ത് രോഗത്തെ തുടർന്ന് അനുഭവിച്ച വിഷമങ്ങൾക്ക് പകരമായി പരലോകത്ത് വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാ. കഴിഞ്ഞു. 2000 തരാൻ പറ്റിയത് കഴിഞ്ഞോ? അൽഹംദുലില്ലാഹ്. ഷെരീഫ് എന്നവർ, അവരെ ഉമ്മാന്റെ ആണ്ടാണ് ഈ മാസം. 10,000 രൂപ. അതെ, മകൻ പഠിക്കുന്നുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ ഉമ്മാന്റെ ഹദറത്തിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. ആ ഉമ്മാക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ മകന് നല്ല നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. പഠിച്ചിട്ട് വലിയ സ്ഥാനത്തേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മുസ്തഫാക്ക എന്നവർ ഈ അടുത്ത് കഴിഞ്ഞ 1-2 മാസം മുമ്പ് മരണപ്പെട്ടു പോയ ഒരാൾ, ഈ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു 2000 രൂപ. അല്ലാഹുവേ, നീ ആ സ്വതക്ക കബൂൽ ചെയ്യണേ അല്ലാഹ്. മർഹൂം മുസ്തഫാക്കാന്റെ ഹളറത്തിലേക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹ്. ഹനീപിച്ച 2000 രൂപ. അല്ലാഹുവേ, നീ അവരിൽ നിന്ന് മരിച്ചവരിലേക്ക് അതിന്റെ മിസ്ൽ സവാബ് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുതുങ്കാർ ജബ്ബാർ മുതുങ്കാർ കല്യാണം കഴിച്ച് ഇവിടുന്നാണ്. ജബ്ബാറിന്റെ ഭാര്യന്റെ ഉപ്പയാണ്. അല്ലാഹുവേ, നീ അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ജബ്ബാറിന്റെ പെങ്ങളെ ഭർത്താവ് അളിയാക്ക കിഡ്നി സംബന്ധമായ ഒരു വിഷമത്തിലാണ്. അല്ലാഹുവേ, നീ ആജിലും കാമിലുമായ ശിഫാ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ റമളാനിൽ മുതുങ്കാരിലെ അപകടത്തിൽപ്പെട്ട ഒരു മദനി ഉസ്താദ് കഴിഞ്ഞ റമളാനിൽ അദ്ദേഹം അപകടത്തിൽപ്പെട്ട വ്യക്തിയാണ്. അല്ലാഹു സലാമത്ത് ചെയ്തു. അയാളുടെ അനുജൻ ആഫിയത്തിന് വേണ്ടി, ജ്യേഷ്ഠന്റെ ആഫിയത്തിന് വേണ്ടി അനുജൻ ഒരു 2000 രൂപ. അനിയന്റെ ആഫിയത്തിന് ജ്യേഷ്ഠൻ 2000 രൂപ. ഉമ്മ ബാപ്പാക്ക് വേണ്ടിയും അല്ലാഹുവേ, നീ ആ സഹോദരന്റെ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ ആ സഹോദരന് ശിഫാ നൽകണേ അല്ലാഹ്. ഉമ്മ ബാപ്പാക്ക് വേണ്ടിയിട്ടാണ്, നീ അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ഉമ്മ ബാപ്പാന്റെ ആഫിയത്തിന് വേണ്ടി റഫീഖ് ഉസ്താദ് 2000 രൂപ. അല്ലാഹുവേ, നീ ആ ഉമ്മ ബാപ്പാക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ഇനി ഉണ്ടാ? കഴിഞ്ഞു. ബിസ്മില്ലാ. എല്ലാം കഴിഞ്ഞു. 2000 കഴിഞ്ഞു. ഒരു സ്ത്രീ, അതാ അതിന്റെ അർത്ഥം എന്താ? പെണ്ണുങ്ങൾക്ക് കൊടുക്കാന്ന് അതിന്റെ അർത്ഥം. അവരവരെ മക്ക പഠിക്കണേ, അങ്ങനെ കേന്ദ്രമാണ് മദ്രസ. അപ്പൊ പെണ്ണുങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കാണിച്ചു തരികയാണ്. ഒരു സഹോദരി 1000 രൂപ. അല്ലാഹുവേ, ആ സഹോദരി എന്ത് നിയത്ത് വെച്ചിട്ടാണോ അത് ഏറ്റെടുത്തത്, നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ബിജാഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ ഉണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് കുറച്ചാളുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഒരു പേനയും ഒരു കടലാസുമായി ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒന്ന് ആരെങ്കിലും പറഞ്ഞയച്ചാല്, കുട്ടികളെ പറഞ്ഞയച്ചാല് തീർച്ചയായും ഉമ്മമാര് ആ കടലാസിൽ സംഭാവന എഴുതി കൊടുത്തയക്കും. അതിവിടെ ഇൻഷാ അല്ലാഹ് ശരിയ സഖാഫിസ്ഥാന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇവിടെ ഇൻഷാ അല്ലാഹ് ദുആ നടത്തും ഇൻഷാ അല്ലാഹ്. നേരത്തെ ഈ പള്ളിയിൽ 5 വർഷം ഖത്തീബായി സേവനം ചെയ്ത ആളാണ് നേരത്തെ പറഞ്ഞ മുതുങ്കാരിലെ അബൂബക്കർ മദനി ഉസ്താദ് അല്ലേ. അല്ലാഹുവേ, നീ അവർക്ക് ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കൊക്കെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹ്. ഹുസൈൻ ച കൊടുങ്കൈ 2000 രൂപ. അല്ലാഹുവേ, എന്ത് നിയത്ത് ഉദ്ദേശിച്ചിട്ടാണോ നീ അത് അവർക്ക് റാഹത്താക്കി പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിജാഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുണ്ടാവും കുറച്ച് ഒരു പുസ്തകം പേന കൊടുത്തയച്ചാല് ഇൻഷാ അല്ലാഹ് ഒരു 1000, ഒരു 500, ഒരു 313 ഒക്കെ ഒരുപാട് ഉമ്മമാരുണ്ടാകും. ഒരു 313 എങ്കിലും ചുരുങ്ങിയത് എഴുതി കൊടുത്തയച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു സംഖ്യ അതിൽ കിട്ടും. അല്ലാഹു ഖൈർ തരട്ടെ, സന്തോഷം തരട്ടെ. നിങ്ങളൊക്കെ ഇതിനോട് കൈകോർക്കണം എന്ന്
പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ഇത്രയും നേരം സംഭാവന ചോദിച്ചപ്പോൾ ഇതിനോട് സഹകരിച്ച മുഅ്മിനീങ്ങൾ അല്ലാഹുവേ നീ അവരെ ഏറ്റെടുക്കണേ അല്ലാഹ്. ആ മുഅ്മിനീങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഈ സദസ്സിലിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെ നീ കാക്കണേ അല്ലാഹ്. എല്ലാവിധ ആപത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ യാത്രയിലും സഫറിലും ഹളറിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾക്ക് പോകുന്നുണ്ടോ അതിലെല്ലാം നീ ആജിലായ കാമിലായ ഫത്ഹ് തന്നു നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. റജബിലും ശഅബാനിലും ബർക്കത്ത് തന്ന് വിശുദ്ധ റമളാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ഒരു മുഹമ്മദ് ആക്ക സാലത്തൂർ 5000 രൂപ ജുമഅക്ക് 10:45 എത്തുന്ന ആളാണ്. അല്ലാഹുവേ നീ അയാൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചവരിലേക്ക് അതിന്റെ മിസ്ര സവാബ് എത്തിക്കണേ അല്ലാഹ്. അയാൾക്കോ അയാളെ കുടുംബത്തിനും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഉസ്താദക്ക് ഗൊന്ത് ആരെല്ലാം കറക്റ്റ് ജുമഅക്ക് വരുന്ന കണ്ട അയാൾ 10:45 എത്തുന്നത് കറക്റ്റ് നോട്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട 2500 അലി എന്നവർ മരണപ്പെട്ടു പോയ ഭാര്യന്റെ പേരിൽ ഒരു 2500 രൂപ അല്ലാഹുവേ നീ ആ സഹോദരന്റെ സ്വതക്ക കബൂൽ ചെയ്യണേ അല്ലാഹ്. അവരുടെ ഭാര്യയിലേക്ക് നീ അതിന്റെ മിസ്ൽ സവാബ് എത്തിച്ച് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ എല്ലാവരും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷണൽ സെന്റർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവരുകളാൽ സ്ഥാപിതമായ മഹത്തായ സ്ഥാപനം, അതിന്റെ വലിയ സമ്മേളനമാണ് ഈ വരുന്ന നാളെ തൊട്ട് 6, 7, 8, 9 തീയതികളിലായി നടക്കുന്നത്. നിങ്ങളൊക്കെ സംബന്ധിക്കണം, വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. കൊടകിലെ നമ്മുടെ ഒരു സ്നേഹിതൻ റിയാസ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സാഡു മൂത്തച്ഛൻ ഭാര്യയുടെ ഏട്ടത്തിയുടെ ഭർത്താവ് വയറിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ട് അങ്ങനെ പ്രത്യേകം ടെസ്റ്റ് ചെയ്യാൻ വിധേയമാക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ അവർക്കൊക്കെ ശിഫാ നൽകണേ അല്ലാഹ്. ആരെല്ലാം ഞങ്ങളോട് ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ 833 അല്ലേ പൊരന്റെ പണിയെല്ലാം പൂർത്തിയാക്കാനും ഉദ്ദേശം ഹാസിലാക്കാൻ അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ വീട് പണി പൂർത്തിയാക്കണേ അല്ലാഹ്. ഉദ്ദേശം ഹാസിലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് വരുന്നു. നല്ല സംഭാവന അതിലൊക്കെ ഇടുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എച്ച്കെൽ ഇമ്രാൻ നാളെ ഉമ്മയും ബാപ്പയും കൂട്ടിയിട്ട് ഉംറക്ക് പോവാണ്. പാവം അല്ലാഹുവേ നീ അവരുടെയൊക്കെ യാത്രയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറായ ഉംറ നിർവഹിക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കൊക്കെ നൽകണേ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.